നമ്മളെല്ലാം ഈ മായയിൽപ്പെട്ട് ഉഴലുന്നവരാണ്. അതുകൊണ്ടാണ് ഈ നശിച്ചു പോകുന്ന കാര്യങ്ങളൊക്കെയാണ് സത്യം എന്ന് നിലയ്ക്കുന്നത്. അതുകൊണ്ട് മായയുടെ സ്വരൂപം അങ്ങനെയാണ്. മിഥ്യയായിരിക്കുന്ന വസ്തുക്കളെ സത്യമാണെന്ന് തോന്നിക്കും. അതാണ് മായയുടെ സ്വരൂപം. അപ്പൊ അങ്ങനെയുള്ള മായയെ കൂട്ടുപിടിക്കുന്നു. ഇതിനാ ഭഗവാൻ എടുക്കുന്ന രൂപം മായാ മോഹന വേഷമാണ്. വേഷം എടുത്തു എന്ന് മറ്റുള്ളവർക്ക് തോന്നുകയും ചെയ്യും, എന്നാൽ താൻ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ നിൽക്കുകയും ചെയ്യും. അതാണ് ഭഗവാന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്, അല്ലെ സ്വരൂപം എന്ന് പറയുന്നത്. ഒന്നിനോടും യാതൊരുവിധ ബന്ധമില്ല, പക്ഷെ എല്ലാവർക്കും തോന്നും ഞാൻ എല്ലാത്തിലും പെട്ടു നിൽക്കുന്നവനാണെന്ന് തോന്നിക്കുകയും ചെയ്യും. അതാണ് ഭഗവാന്റെ സ്വരൂപം. അതുകൊണ്ടാണ് ഇവിടുന്ന് പോകുമ്പോഴും ഒന്നും ബാക്കി വെക്കാതെ പോകുന്നതിന്റെ കാരണം. നമ്മളൊക്കെ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ മിച്ചം ഇടും, ഇല്ലേ? ഇടില്ലേ? നമ്മൾ പോകുമ്പോ എന്താ വിട്ടേച്ചു പോവാ? ഈ ശരീരത്തെ നമ്മൾ വിട്ടേച്ചു. പക്ഷെ ഭഗവാൻ പോകുമ്പോൾ തന്റെ ശരീരം പോലും ഇവിടെ ഉണ്ടാവണില്ല. ഒന്നും ബാലൻസ് ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ്, ആ മായാ സ്വരൂപമായതുകൊണ്ടാണ്. എന്തായാലും അങ്ങനെയുള്ള ആ പരബ്രഹ്മ സ്വരൂപം തന്റെ ഭക്തരായിരിക്കുന്ന ദേവകിയുടെയും വസുദേവരുടെയും 8ാമത്തെ പുത്രനായിട്ടാണ് അവതരിക്കുന്നത്. അവതരിക്കാനുള്ള കാരണം നമ്മള് ഭഗവാന്റെ അവതാരത്തിന് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഭഗവാന്റെ അവതാരത്തിന്റെ പിന്നിലെല്ലാം ഒരു ഭക്തന്റെ കയ്യൊപ്പുണ്ടാവും. ഒരു ഭക്തനാണ് ഭഗവാന്റെ അവതാരത്തിന് കാരണമായി ഭവിക്കുക. ഇവിടെ ഭഗവാന്റെ തന്നെ ധർമ്മപത്നിമാരിൽ ഒരുവളായിരിക്കുന്ന ഭൂമിദേവിയാണ് ഭഗവാന്റെ അവതാരത്തിന് കാരണം. കാരണം ഭൂമിദേവിക്ക് തന്റെ മുകളിലുണ്ടാവുന്ന ഭാരത്തെ, ചില കാര്യങ്ങളുടെ ഭാരം ഭഗവതി താങ്ങില്ല എന്ന് പറയാം. ഒന്ന്, ദുഷ്ടന്മാരുടെ വർധന, അത് ഭഗവതി താങ്ങില്ല. രണ്ടാമത് മഹത്തരമായിരിക്കുന്ന ഗ്രന്ഥങ്ങൾ, മഹത് ഗ്രന്ഥങ്ങൾ, ഭാഗവതാദി പുരാണങ്ങളും വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ വെറും നിലത്ത് വെച്ചാൽ അതിന്റെ ഭാരം ഭഗവതി താങ്ങില്ല. അതുപോലെ നിലവിളക്ക്, അത് വെറും നിലത്ത് വെക്കാൻ പാടില്ല, അതിന്റെ ഭാരം ഭഗവതി താങ്ങില്ല. ഇങ്ങനെ ചില വസ്തുക്കള് ഭഗവതിക്ക് താങ്ങാൻ പറ്റില്ല ഭാരം. കാരണം അതൊക്കെ അത്രമാത്രം വൈശിഷ്ട്യമേറിയതായതുകൊണ്ടാണ് അതിന്റെ ഒന്നും ഭാരം താങ്ങാൻ വയ്യുന്നത്. എന്നാൽ ദുഷ്ടന്മാരുടെ ഭാരം അങ്ങനെയല്ല, സജ്ജനങ്ങൾക്ക് ദോഷമുണ്ടാക്കുന്നതായതുകൊണ്ട് അത് ഭഗവതി താങ്ങില്ല. അതുകൊണ്ട് അങ്ങനെ ദുഷ്ടന്മാരുടേതായിരിക്കുന്ന ആ ഭാരം വർദ്ധിച്ചു കഴിഞ്ഞപ്പോ ഭഗവതി ഗോരൂപം പ്രാപിച്ചു എന്നാണ്, പശുവിന്റെ രൂപം പ്രാപിച്ചു എന്നാണ്. എന്താ ഈ ഗോരൂപം പ്രാപിക്കാൻ കാരണം? ഗോ എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം എന്നൊരർത്ഥമുണ്ട്, പശു എന്നർത്ഥമുണ്ട്. അങ്ങനെ 24ൽ പരം അർത്ഥങ്ങൾ ഉണ്ടെന്ന് പറയാം ഒരൊറ്റ ശബ്ദത്തിൽ, സംസ്കൃതത്തില്. സർവ്വദേവതകളും കുടികൊള്ളുന്ന ഒരു സ്വരൂപമാണ് ഗോ എന്ന് പറയും. ആ ഗോരൂപത്തെ പ്രാപിച്ചുകൊണ്ട് ഭഗവതി ബ്രഹ്മാവിന്റെ അരികിൽ ചെയ്യുക, സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മാവിന്റെ അരികിൽ ചെന്നിട്ട് തന്റെ സങ്കടം ഓതുകയാണ്. ബ്രഹ്മദേവന് ആ ഇതിന്റെ ഒരു സങ്കടത്തിന് ഒരു പരിഹാരം കാണാൻ സാധ്യമാവില്ല. അതുകൊണ്ട് തന്നെ നേരെ കൈലാസത്തിൽ മഹാദേവന്റെ അരികിലെത്തി. മഹാദേവനും അതിനൊരു പരിഹാരം കാണാൻ കഴിയാത്തത് കൊണ്ട് സാക്ഷാൽ നാരായണന്റെ അരികിലേക്ക് ദേവന്മാരെല്ലാവരും കൂടെ കൂടി ചെല്ലുകയാണ്. ഭഗവാൻ എപ്പോഴും നല്ലൊരു മയക്കത്തിലാണ്, യോഗ നിദ്രയിലാണ്. അതുകൊണ്ട് തന്നെ ഭഗവാനെ ഉണർത്തുക അത്ര എളുപ്പമല്ല എന്നാണ്. അതുകൊണ്ട് പുരുഷ സൂക്തം ജപിച്ചുകൊണ്ട് ഭഗവാനെ ഉണർത്തി ദേവന്മാരെല്ലാം കൂടി. ചിലപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഈ നാരായണൻ ഇത്രയും ഭംഗിയായിട്ട് ഉറങ്ങാനുള്ള കാരണം ലക്ഷ്മി ഭഗവതി ഞാൻ തോന്നാറുണ്ട്. എന്താ കാരണം എന്നറിയാമോ? പാദത്തിലിരിക്കുന്നത് ആരാ ഭഗവാന്റെ? നാരായണന്റെ പാദത്തിലിരിക്കണത് ആരാ? ലക്ഷ്മി ദേവി അല്ലേ? ഞങ്ങളെങ്ങനെ അറിയുന്നേ നാരായണന്റെ പാദത്തില? ഭഗവാൻ കിടക്കുന്നത് 3 ഭാര്യമാരുടെ മടിത്തട്ടിലാണ്. തല ഭൂമിദേവിയുടെ മടിത്തട്ടിലും, മധ്യഭാഗം യമുനാദേവിയുടെ മടിത്തട്ടിലും, പാദം ലക്ഷ്മി ദേവിയുടെ മടിത്തട്ടിലും വെച്ചാണ് ഭഗവാൻ ഉറങ്ങാന്നാ പറയുന്നത്. ഈ ലക്ഷ്മി ദേവി ഇങ്ങനെ പാദം തഴുകി കൊടുത്തുകൊണ്ടിരിക്കും ഭഗവാന്റെ എപ്പോഴും. കാരണം ലക്ഷ്മി ദേവി ഒരിക്കലും ഭഗവാനെ വിട്ടു പോകുന്നവളല്ല. ലക്ഷ്മി ചഞ്ചലയാണ് എന്ന് പറയാൻ കാരണം നാരായണനിൽ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ്.
നമ്മളൊക്കെ ആശ്രയിക്കുന്നത് ലക്ഷ്മിയാണ്. പക്ഷെ ആരെയും ആശ്രയിക്കാറില്ല? നാരായണനെ ആശ്രയിക്കാറില്ല. നാരായണൻ എവിടെയുണ്ടോ അവിടെ ലക്ഷ്മി ഉണ്ടാവും. പക്ഷെ ലക്ഷ്മി ഉള്ളിടത്തെല്ലാം നാരായണൻ ഉണ്ടാവണം നിർബന്ധമൊന്നും ഇല്ല. അപ്പൊ നാരായണനെ സ്മരിച്ചാൽ ആ നാരായണൻ കുടികൊള്ളുന്നിടത്ത് എന്നും ലക്ഷ്മി ഇരിക്കും. പക്ഷെ നമ്മളെല്ലാം ലക്ഷ്മിയെ മാത്രമേ ആശ്രയിക്കാറുള്ളൂ. അതുകൊണ്ട് ആ ലക്ഷ്മി നമുക്കെല്ലാം അസ്ഥിരയായിട്ട് മാറാനുള്ള കാരണം അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും അങ്ങനെയുള്ള ലക്ഷ്മി ദേവി പാദം തഴുകിക്കൊടുക്കും. ഈ നല്ല സ്നേഹമുള്ള ഭാര്യമാര് കാല് തഴുകിക്കൊണ്ടിരുന്നാല് അറിയാതെ ഭർത്താവ് ഉറങ്ങിപ്പോകും. ഇല്ലേ? നമ്മളൊക്കെ തഴുകിക്കൊടുക്കുക. ഉറങ്ങുന്ന ഭർത്താവ് എന്തോ ചെയ്യും? ചാടി എഴുന്നേറ്റ് ഓടും. അല്ലേ? നമ്മുടെ തടവെന്ന് പറഞ്ഞാൽ അവർ ഒന്നൊന്നര തടവ. പിന്നെ ജീവിതകാലത്തിന് അങ്ങനെ പറയരുത് കാലേ തടവാൻ. ആ ഒരു തരത്തിൽ നമ്മൾ തടവി കൊടുക്കല്ലേ. അതുകൊണ്ട് ഭർത്താക്കന്മാരൊക്കെ ഉണരുന്നത്. പക്ഷെ ഭഗവതി അങ്ങനെയല്ല. ഭഗവതി ഭംഗിയായിട്ട് പാദം തഴുകി കൊടുക്കും. അങ്ങനെ വേണം എന്നൊക്കെയാ പറയാം. ക്ഷീണിച്ചു വരുന്ന ഭർത്താവിന്റെ പാദം തഴുകി കൊടുത്ത് വേണം ഭർത്താവിനെ ശാന്തമായിട്ട് ഉറക്കാൻ. ഉറക്കക്കൂടി കൊടുക്കരുത് കേട്ടോ, ശാന്തമായിട്ട് ഉറങ്ങിക്കൂട്ടുന്നത് വിചാരിച്ചു. അപ്പോ അങ്ങനെ ഭഗവാന്റെ ആ പാദം തഴുകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഭഗവാൻ എപ്പോഴും യോഗനിദ്രയിലാണ്. ഭഗവാന്റെ ഉറക്കത്തിന് അങ്ങനെ പറയാം, യോഗനിദ്ര എന്ന് പറയാം. അങ്ങനെ ആ യോഗനിദ്രയിലായിരിക്കുന്ന ഭഗവാനെ പുരുഷ സൂക്തം ജപിച്ചുകൊണ്ടാണ് ദേവന്മാർ ഉണർത്തുന്നത്. അങ്ങനെ ദേവന്മാർ ഉണർത്തി കഴിഞ്ഞപ്പോൾ എല്ലാവരെയും കൂടെ കണ്ടപ്പോൾ നാരായണൻ ചോദിച്ചു, എന്താ എല്ലാവരും കൂടി ഇങ്ങോട്ട് വരാനുണ്ടായ കാരണം? എന്തെങ്കിലും വിശേഷമുണ്ടോ എന്നാണ്. അപ്പൊ ബ്രഹ്മദേവനും മഹാദേവനും എപ്പോഴും പറഞ്ഞു, നാരായണ, അങ്ങേക്ക് അറിയാൻ വയ്യാത്തതായി ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. ജഗത്ത് മുഴുവൻ നിയന്ത്രിക്കുന്ന ഭഗവാന് അവിടേക്കാണ് എല്ലാം അറിയാവുന്നവൻ. എങ്കിലും ചോദിച്ചത് കൊണ്ട് അതിനൊരു മര്യാദയുണ്ട്. ഒരാളൊരു കാര്യം ചോദിച്ചാൽ അതിന് ഉത്തരം കൊടുക്കണം അറിയാമെങ്കിൽ. അതുകൊണ്ട് അങ്ങനെ ചോദിച്ചത് കൊണ്ട് പറയുന്നു, ഭൂമിദേവി അത്യധികം ദുഃഖത്തിലാണ്. എന്താ കാരണം? ദുഷ്ടജനങ്ങൾ വർദ്ധിച്ചിരിക്കണം. അതുകൊണ്ട് ആ ദുഷ്ടജനങ്ങളെ ഇല്ലാതെയാക്കിയെങ്കിൽ മാത്രമേ ഭൂമിദേവിക്ക് ശാന്തി കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അതിനു വേണ്ട ഉപാധികൾ ഭഗവാൻ സ്വീകരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഭഗവാൻ അപ്പോൾ തന്നെ അവർക്ക് വരം കൊടുക്കുന്നു, അല്ലെങ്കിൽ അനുഗ്രഹം കൊടുക്കുന്നു. എന്താണ്? എന്റെ ഭക്തരായിരിക്കുന്ന ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായിട്ട് ഞാൻ അവതരിക്കും. ആ സമയത്ത് എല്ലാ ദുഃഖങ്ങൾക്കുമുള്ള പരിഹാരം ഉണ്ടാവുന്ന. അതുകൊണ്ട് ഭഗവാനെ വിശേഷിപ്പിക്കുന്നത് ദുഃഖാപഹൻ എന്നാണ്. സർവ്വ ദുഃഖങ്ങൾക്കും പരിഹാരം കാണുന്നവനാണ് ഭഗവാൻ. ആരാണോ പരമമായിട്ട് ഭഗവാനെ ആശ്രയിച്ചിട്ടുള്ളത് അവർക്കാർക്കും ഒരു ദുഃഖവും ജീവിതത്തിൽ ഉണ്ടാവില്ല. അവരനുഭവിക്കുന്നത് സുഖമായിരിക്കും. പക്ഷെ പുറത്തു നിന്ന് നോക്കുന്നവർക്ക് അത് ദുഃഖമാണെന്ന് തോന്നും. കാരണം നമ്മളെല്ലാം പ്രാപഞ്ചികരായതുകൊണ്ട് ഭക്തനെ സംബന്ധിച്ച് അവന് ദുഃഖമില്ല. ഭാഗവതത്തിൽ തന്നെ പറയാറുണ്ട്, ഭാഗവതോത്തമന്മാർക്ക് എവിടെ ചെന്നാലും ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. ആരെ ഭാഗവതോത്തമൻ? ഭഗവാനെ പരമമായിട്ട് ആശ്രയിച്ചവനാണ്. ഭാഗവതം വായിക്കുന്നതുകൊണ്ടല്ല ഭാഗവതം. ഭഗവാനെ പരമമായിട്ട് ആശ്രയിച്ചുകൊണ്ട് കിട്ടുന്നതെല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ്. സുഖമായാലും ദുഃഖമായാലും അത് ഭഗവാന്റെ അനുഗ്രഹമാണ്. രണ്ടും ഞാൻ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ തനിക്ക് സാധിച്ചാൽ പൂർണ്ണമായ സമർപ്പണം ചെയ്യുക. അതാണ് ഭാഗവതം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് അത് ദുഃഖമാവില്ല. അതും സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിക്കും. അവര് ശരീരത്തിന് പീഡയുണ്ടായാലും അതും ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് നനയ്ക്കാൻ അവർക്ക് സാധിക്കും. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഭഗവാൻ കൂടെ ഉണ്ടെന്നൊരു ബോധം അവരെ തളർത്തില്ല ഒരിക്കലും. ആ തളർച്ചയില്ലായ്മയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. ആലോചിച്ച് നോക്കൂ, ഞങ്ങളുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഓടി നടക്കണവയാണ്. കൊറോണ വന്ന കാലത്ത് പലരും വീട്ടിൽ കുത്തിയിരുന്നു പോയി. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കൊരു ആശങ്ക തോന്നിയില്ല എങ്ങനെ ജീവിക്കുമെന്ന്. ബാങ്കിൽ ബാലൻസ് ഒന്നും ഉണ്ടാക്കിയിട്ടല്ല ആശങ്ക ഇല്ലാതിരുന്നത്. എന്തെങ്കിലും ഒരു വഴി ഭഗവാൻ കാട്ടിത്തരുമെന്ന് തോന്നി. ഉടൻ തന്നെ ഭഗവാൻ അതിനൊരു വഴി കാട്ടിത്തന്നു. ആ വഴിക്കൂടെ യാത്ര ചെയ്തു പോകും. കാരണം അവിടെ നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാവുമ്പോ ഭഗവാൻ നമുക്ക് ഏതെങ്കിലും ഒരു വഴി കാട്ടിത്തരും, ഉറപ്പാണ്. എന്ന് വെച്ചാൽ ഞാൻ ഭക്തനാണെന്ന് വെച്ചാൽ ഞാൻ ഭക്തനൊന്നുമല്ല. കാരണം ഭഗവാന്റെ ആ ഒരു നിർവചന പ്രകാരം നമ്മൾ ആരും ഭക്തരല്ല. ഏകാദശ സ്കന്ധത്തിൽ ചോദിക്കും എന്താണ് ഭഗവാനെ ഭക്തന്റെ ലക്ഷണം.
പറയും, ചില നേരത്ത് പാട്ട് പാടും, ചില നേരത്ത് മാറിയിരുന്ന് കരയും, ചില നേരത്ത് ചിരിക്കും, ചില നേരത്ത് നൃത്തം ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവനാണ് എന്റെ ഭക്തൻ. അങ്ങനെയുള്ളവരെ കണ്ട നമ്മളെന്താ വിളിക്കും? ഭ്രാന്തൻ എന്ന് വിളിക്കില്ലേ? സത്യത്തിൽ ഭ്രാന്ത് നമുക്ക് എന്താ കാരണം? സുഖദുഃഖാദികളെ സമമായി കാണാൻ നമുക്ക് കഴിയണില്ല. സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമം. ഇതിനെ രണ്ടിനെയും ഒന്നുപോലെ എപ്പോഴാണോ നമുക്ക് കാണാൻ കഴിയണത്, അപ്പോൾ നമ്മൾ ഭഗവാന്റെ ഭക്തരെ. എന്താ ചില നേരത്ത് പാട്ട് പാടാനും പിന്നെ പൊട്ടിച്ചിരിക്കാനും ഒക്കെ കാര്യം? ഭഗവാന്റെ ആ കഥകളെ ഓർക്കുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന ആനന്ദമാണ് ആ ചിരിക്കും അല്ലെ ഡാൻസ് ചെയ്യാനും പാട്ട് പാടാനൊക്കെ തോന്നുന്നത്. ഭഗവാനെ ഉള്ളിൽ ഒരു സെക്കൻഡ് നേരം കാണാതെയാകുമ്പോൾ അത് ദുഃഖത്തിന് കാരണമായി ഭവിക്കും. പണ്ടൊരു പാട്ടുണ്ടല്ലേ, ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ രൂപം, ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഈ അവസ്ഥയിൽ എത്തണം മനസ്സ്. ഒരു നേരമെങ്കിലും, ഒരു സെക്കൻഡ് പോലും ഭഗവാനെ കാണാതെ ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ മനസ്സിനെ ആക്കിയെടുക്കുമ്പോഴാണ് യഥാർത്ഥ ഭക്തനാകുക നമ്മൾ. ഇല്ലെങ്കിൽ നമ്മൾ ഭക്തരാണെന്ന് പറയാനൊന്നും സാധ്യമാകില്ല. ഭക്തരല്ലാന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ എങ്കിൽ പോലും ആ ഒരു തലത്തിലേക്ക് നമ്മുടെ മനസ്സ് വളർന്നില്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ എപ്പോഴും ഭക്തജന രക്ഷകനാണ്. ഭക്ത വത്സലൻ എന്നാണ് പറയുന്നത്. ഭക്തന്റെ ദാസനായിട്ട് മാറുന്നവനാണ് ഭഗവാൻ. നമുക്ക് 6-ാം ദിവസം കാണാൻ കഴിയും. എത്രയോ വെറും 64 ദിവസം മാത്രം പരിചയമുള്ള തന്റെ സഖാവിനെ കാലങ്ങൾക്ക് ശേഷം കാണുമ്പോഴും യാതൊരുവിധമായ വ്യത്യാസവും ഇല്ലാതെ ഒന്നും നോക്കാതെ തന്നിലേക്ക് ചേർത്ത് നിർത്തുന്ന ഭഗവാനെ നമുക്ക് കാണാൻ കഴിയും. ആ ഭക്തൻ വന്നിരിക്കുമ്പോൾ താനും തന്റെ സഹധർമ്മിണിയും മാത്രം ഇരിക്കുന്ന സപ്രപഞ്ചക്കട്ടിലിൽ ഇരുത്തിക്കൊണ്ട് കാല് കഴുകി ആ തീർത്ഥം തന്റെ പുണ്യമാണ് എന്ന് കരുതിക്കൊണ്ട് തന്റെ ശിരസിലേക്ക് തളിക്കണ ഭഗവാനെ നമുക്ക് കാണാൻ കഴിയും. അതാണ് ഭക്ത വാത്സല്യം. തന്നേക്കാൾ വലുത് തന്റെ ഭക്തനാണ്. തന്റെ ഭക്തന്റെ മഹത്വം കൊണ്ടാണ് താൻ ഈ രീതിയിൽ നിലനിൽക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഭഗവാൻ. നമ്മൾ ഈ വേഷം കെട്ടൊക്കെ കണ്ട് ഇതാണ് കുചേലഗതി എന്നൊക്കെ നമ്മൾ ധരിച്ചു വെക്കാറുണ്ട്. ആ കാണിക്കണ വേഷം കെട്ടുകളൊന്നും അല്ല കുചേലനും ഭഗവാനും തമ്മിലുള്ള ആത്മബന്ധം എന്ന് പറയുന്നത്. പിന്നെ അതൊരു ദൃശ്യാവിഷ്കാരം എന്നതിനപ്പുറത്തേക്ക് ഞാൻ എപ്പോഴും പറയേണ്ടത് അതൊരു ദൃശ്യാവിഷ്കാരം മാത്രമാണ്. ഒരിക്കലും അതാണ് ഭഗവാനും ആ സുദാമാവും തമ്മിലുള്ള ബന്ധം എന്ന് നിലച്ചു കളയരുത്. അതവരുടെ ജീവിതമാർഗത്തിന് വേണ്ടിയിട്ട് അവരങ്ങനെ ഒരു വേഷം കെട്ടി കുറച്ചു നേരം ഒരു ആട്ടിൽ ആ ഒരു ഭാഗത്ത് ആടുന്നു എന്നതിനപ്പുറത്തേക്കൊന്നുമില്ല. അതൊന്നുമല്ല ഭഗവാനും സുദാമാവും തമ്മിലുള്ള ബന്ധം. അത് വേണ്ടെന്നോ മോശമാണോ ഒന്നും ഞാൻ പറഞ്ഞെന്ന്. പക്ഷെ നമുക്കൊക്കെ ഒരു ധാരണ അതില്ലെങ്കിൽ സപ്താഹമാവില്ല. ഇടത്തിന്റെ ഒരാൾ ചോദിച്ചതാ, സ്വാമി ഈ കുചേലന്റെ വേഷം കെട്ടില്ലെങ്കിൽ അതൊരു സപ്താഹമാണെന്ന്. ഞാൻ പറഞ്ഞു അതില്ലെങ്കിൽ ആ സപ്താഹമാവില്ല. ഒരു വേഷം കെട്ടിനുള്ളതല്ല സപ്താഹം. കാരണം ഇത് ജ്ഞാനയജ്ഞമാണ്, കർമ്മയജ്ഞമല്ല. ആ ജ്ഞാനയജ്ഞത്തിന് എപ്പോഴും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. 7 ദിവസം ഭാഗവതം കേട്ടത് മാത്രമേ ഉള്ളൂ പരീക്ഷയ്ക്ക്. ഒരു ഹോമം നടത്തില്ല, ഒരു പൂജ നടത്തില്ല. ജലപാനം പോലും ഇല്ലാതെ 7 ദിവസം ഭാഗവതത്തെ സൂക്ഷ്മമായി ഗ്രഹിച്ച പരീക്ഷത്തിന് 7-ാം ദിവസം മുക്തി ഉണ്ടായല്ലേ, മോക്ഷം കിട്ടി. അത് പറഞ്ഞു കൊടുത്ത ശ്രീശുഖ ബ്രഹ്മർഷി പിന്നെ ആർക്കും ഭാഗവതം ഉപദേശിച്ചിട്ടില്ല. ഒറ്റ ആൾക്കേ ഉപദേശിച്ചുള്ളൂ, പരീക്ഷത്തിന് മാത്രം. യോഗ്യനായ ശ്രോതാവ് ഉണ്ടായാൽ യോഗ്യനായ ഗുരു അവിടെ വന്നു തരും. കേൾക്കാൻ ശിഷ്യൻ യോഗ്യനാണെന്ന് വന്നാൽ ആ ശിഷ്യന്റെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ഗുരു അവിടെ എത്തിച്ചേരും ഉപദേശിച്ചു കൊടുക്കാനായി. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഭാഗവതം എഴുതിയത് വ്യാസനാണ്, ഇല്ലേ? അല്ലേ? ഞങ്ങൾ അവിടെ ഇല്ലായിരുന്ന സ്വാമി അന്നേരം ഞങ്ങളോട് ചോദിച്ചല്ലേ? എന്നാ വ്യാസനാ എഴുതിയത്. അത് പറഞ്ഞു കൊടുക്കുന്നത്, പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നത് ആരാ? ശ്രീശുഖ ബ്രഹ്മർഷി.
എന്നാൽ അതേ സ്ഥാനത്ത് ശ്രീ വേദവ്യാസ മുനി തന്നെ എഴുതിയതാണ് ദേവീ ഭാഗവതം. 18 പുരാണങ്ങളിലൊന്നാണ് ദേവീ ഭാഗവതം. ആ ദേവീ ഭാഗവതം ജനമേജയ മഹാരാജാവിനും, അതായത് പരീക്ഷത്തിന്റെ പുത്രനായിരിക്കുന്ന ജനമേജയന് ഉപദേശിച്ചു കൊടുക്കുന്നത് വ്യാസന്. എന്താ അവിടെ ശുഗനെ വിടാഞ്ഞ്? എന്ത് ഇവിടെ മാത്രം പരീക്ഷത്തിന്റെ അടുത്ത് മാത്രം ശ്രീ ശുഗബ്രഹ്മർഷിയെ വിട്ടു? ചിന്തിച്ചിട്ടുണ്ടോ? പരീക്ഷത്തിന് ശ്രീശുഖൻ ഉപദേശിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു പോകുന്നതിൽ അർത്ഥമില്ല. എന്തുകൊണ്ട് അവിടെ വ്യാസൻ വരാതെ? എഴുതിയ ആളിനേക്കാൾ കൂടുതൽ ഗ്രാഹ്യം എന്തായാലും പഠിച്ചവനുണ്ടാവില്ല. ഉണ്ടോ? ഞാനിപ്പോ ഒരു എന്തെങ്കിലും എഴുതി വെച്ചാൽ അതിന്റെ യാഥാർത്ഥ്യമായിരിക്കുന്ന അർത്ഥം എന്താണെന്ന് ആർക്കേ അറിയുള്ളൂ? എഴുതുന്നതിനെ അറിയുള്ളൂ. അതൊരാൾ വായിച്ചത് കൊണ്ടോ കേട്ടത് കൊണ്ടോ പഠിച്ചത് കൊണ്ടോ ആ അർത്ഥതലത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കണമെന്നില്ല. ഉണ്ടോ? ഇല്ല. അപ്പോ അങ്ങനെയുള്ള സ്ഥിതിക്ക് അതിന്റെ പരിപൂർണമായിരിക്കുന്ന അർത്ഥതലത്തെ ഗ്രഹിച്ചുകൊണ്ട് ശ്രീ പരീക്ഷിത് മഹാരാജാവിന്റെ അരികിലേക്ക് പോണത് ശ്രീ ശുഗബ്രഹ്മർഷിയാണ്. വ്യാസം പോയില്ല. എന്താ നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഞങ്ങളെ പോലുള്ളവർ വരാൻ കാരണം? ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് രണ്ടു കൂട്ടർക്കും ഒന്നിൽ താല്പര്യമില്ല. ഏതില്? മോക്ഷത്തില്. ഞങ്ങൾക്ക് 7-ാം ദിവസം വല്ലതും ചില്ലറ വെക്കണം, നിങ്ങൾക്ക് 7 ദിവസം. നമ്മൾ രണ്ടു കൂട്ടരും 10-24 കൊല്ലമായി ഞാനിതുകൊണ്ട് നടക്കുന്നിട്ട് എനിക്കിതുവരെ മോക്ഷം ഉണ്ടായിട്ടില്ല. വർഷങ്ങളായിട്ട് നിങ്ങൾ ഇത് കേൾക്കുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും മോക്ഷം ഉണ്ടായോ? ഇല്ല. കാരണം നമ്മളൊക്കെ ഇതിനെ ആ വിധത്തിലാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞേ, യോഗ്യനായ ശിഷ്യനാണെങ്കിൽ അവന്റെ മുമ്പിൽ യോഗ്യനായ ഗുരു വന്നു ചേരും. ഉറപ്പ്. ആ യോഗ്യത ഉണ്ടാകും. ആ ഗുരുവിനും ശിഷ്യനും തമ്മിലുള്ള ബന്ധത്തിനുള്ള യോഗ്യത കാലം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കാലത്തിൽ വന്നുകൊണ്ട് ആ ഗുരു വന്നു ചേരും. ഗുരു എന്നൊക്കെ പറയുമ്പോൾ അർത്ഥതലം വളരെ വലുതാണ്. അപ്പൊ എന്തായാലും അതുകൊണ്ട് തന്നെ ഭഗവാൻ പറഞ്ഞു, ഞാൻ ഭക്തനായിരിക്കുന്ന ദേവകീയുടെയും വസുദേവരുടെയും പുത്രനായിട്ട് അവനെയും ജനിക്കും, അല്ലെങ്കിൽ അവതരിക്കും. ആ സമയത്ത് ഭൂമിദേവിക്കുള്ള ദുഃഖത്തെ തീർത്തു തരാം എന്ന് പറഞ്ഞു. എല്ലാവരും സന്തോഷത്തോടു കൂടി പോയി. ഇനി അതിനുള്ള ക്രമങ്ങളൊക്കെ ഒക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് കാലം തന്നെ എല്ലാത്തിനെയും തയ്യാറാക്കി വെച്ചു എന്നാണ്. ഉഗ്രസേന മഹാരാജാവിന്റെ സഹോദര ദേവകന്റെ മകളായ ദേവകി. ഉഗ്രസേന മഹാരാജാവിന്റെ സഹോദരനാണ് ദേവകൻ. ദേവകന്റെ പുത്രിയായിരിക്കുന്ന ദേവകി ശൂരസേനൻ എന്ന രാജാവിന്റെ പുത്രനായിരിക്കുന്ന വസുദേവൻ. ഇവര് രണ്ടുപേരും പൂർവജന്മത്തിൽ ഭഗവാനെ ഒരുപാട് പ്രാർത്ഥിച്ചതാണ് പുത്രനായി വരാൻ വേണ്ടിയിട്ട്. ഈ പ്രാർത്ഥനയ്ക്ക് ഒരു കുഴപ്പമുണ്ട്, ഭഗവാനും ഒരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയാമോ? എന്താണോ പ്രാർത്ഥിക്കണത് അത് മാത്രമേ തരൂ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടോ? ഒന്നും ചോദിക്കരുത്, എല്ലാം തരും. ചോദിച്ചാൽ കുഴപ്പം, ചോദിക്കണത് മാത്രമേ തരൂ. പണ്ടൊരു അമ്മയുണ്ടായിരുന്നു. ഈ അമ്മ ഗുരുവായൂരപ്പന്റെ വലിയൊരു ഭക്തയാണ്. അപ്പൊ ദിവസവും ഗുരുവായൂരപ്പന്റെ അരികിൽ പോയി പ്രാർത്ഥിക്കും ഭഗവാനെ. അന്ന് ഗുരുവായൂരപ്പൻ ഇത്ര തിരക്കൊന്നുമില്ല, പുള്ളി ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം. ഇപ്പോഴാ തിരക്ക് കൂടിയ. ഭക്തര് കൂടിയപ്പോ ഭഗവാൻ തിരക്കായി. അന്ന് വലിയ ഭക്തരൊന്നും ഇല്ല, ഉള്ള ഭക്തര് ഭക്തരായിരുന്നു. അപ്പൊ ദിവസവും ചെന്ന് പ്രാർത്ഥിക്കും, ഭഗവാനെ എന്റെ മകളുടെ കല്യാണം ഒന്ന് നടത്തി തരണേ, നീയെ എനിക്കുള്ള ആശയം, എനിക്ക് ബന്ധുക്കൾ ആരും ഇല്ലെന്ന് നിനക്ക് അറിയാലോ, അതുകൊണ്ട് എന്റെ മകളുടെ കല്യാണം നീ ഒന്ന് നടത്തി തരണം എന്നൊക്കെ പ്രാർത്ഥിച്ചു. നിരന്തരമായ പ്രാർത്ഥന. ഭഗവാൻ എന്ന് ചുമ്മാ ഇരുന്ന് ഓടടിക്കണ്ട, എന്നാ പോയി അവർക്കൊരു ചെറുക്കനെ കണ്ടെത്തിയേക്കാൻ പറഞ്ഞ് പുള്ളി പതുക്കെ ഇറങ്ങിപ്പോയി ഒരു ചെറുക്കനെയൊക്കെ കണ്ടു കൊടുത്ത് ഭംഗിയായിട്ട് കല്യാണം നടന്നു. കല്യാണം കഴിഞ്ഞപ്പോ പിന്നെ അമ്മ ഗുരുവായൂരോട്ട് അങ്ങനെ വലിയ പോക്കൊന്നുമില്ലേ. എന്താ കാരണം? കാര്യം സാധിച്ചു. നമ്മളങ്ങനെയാണല്ലോ. ഇപ്പൊ ഇവിടെ വന്നിട്ട് കാവിലമ്മയുടെ ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യം സാധിച്ചാൽ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുവോ?
പിന്നെ അടുത്ത ലിസ്റ്റുമായിട്ട് നമ്മൾ വരുള്ളൂ അല്ലേ? അതുവരെ നമ്മളൊന്നും കാവിലമ്മയില്ല, ഒരമ്മയില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞ് നമ്മൾ പോകും ഇല്ലേ? അതുകൊണ്ട് അമ്മയും പിന്നെ അങ്ങനെ പോക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോ അത് കഴിഞ്ഞ് കുറച്ചൊരു 1.5 വർഷം കഴിഞ്ഞപ്പോ പതുക്കെ വീണ്ടും അമ്മ ഗുരുവായൂരപ്പന്റെ അരിയിലേക്ക് പോകാൻ തുടങ്ങി. അടുത്ത ലക്ഷ്യം എന്തായിരിക്കും? തന്റെ മകളുടെ വിവാഹമൊക്കെ കഴിഞ്ഞു, മകൾക്ക് എന്ത് കിട്ടണം? ഒരു കുഞ്ഞ് വേണം. അപ്പൊ അമ്മ ദിവസവും ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി, എന്റെ ഗുരുവായൂരപ്പ നന്ദി പറഞ്ഞു കേട്ടോ ഭഗവാനോട്. ഭഗവാനെ, നീയാ എന്റെ മോളെ കല്യാണം നടത്തി തന്നത്, ഇനി എന്റെ ഒരു ആഗ്രഹം കൂടെ സാധിച്ചിരണം, എന്റെ മോക്കൊരു കുഞ്ഞിക്കാലി കാണാനുള്ള യോഗം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നത്. നിത്യേന പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഗുരുവായൂരപ്പ എന്റെ മകൾക്കൊരു കുഞ്ഞിക്കാലി കാണാനുള്ള യോഗം ഉണ്ടാവണം. ഗുരുവായൂരപ്പ പ്രാർത്ഥന കേട്ടു. മകള് ഗർഭിണിയായി പ്രസവിച്ചു, ഒരു കുഞ്ഞിക്കാലി. പിടികിട്ടിയില്ല. നിങ്ങൾക്ക് പിടികിട്ടില്ല? പിടികിട്ടിയോ ഞാൻ എന്തോ പറഞ്ഞത്? എന്താ അമ്മ പ്രാർത്ഥിച്ചേ? ഒരു കുഞ്ഞിക്കാലി കാണാനുള്ള യോഗം ഉണ്ടാവണമെന്നാ പ്രാർത്ഥിച്ചത്. പ്രസവിച്ചപ്പോ കൊച്ചിന് ഒരു കാലേ ഉള്ളൂ. ചോദിച്ചത് ഭഗവാൻ കൊടുത്തു. അതുകൊണ്ട് ആ ചോദ്യം എങ്ങാനും ഒന്ന് തെറ്റിപ്പോയ ഈ നല്ലവണ്ണം വരുത്തേണം ഈശ്വര നമ്മള് പ്രാർത്ഥിക്കാറുണ്ടല്ലേ? എന്തോ അത് ഇച്ചിരി നീട്ടി ഒന്ന് പഠിക്കേ. നല്ല വണ്ണം വരുത്തേണം ഈശ്വര. എങ്ങനെ ഇരിക്കും? 10 ദിവസം കഴിയുമ്പോ ഇങ്ങനെ ഇരിക്കും. കാരണം എന്താ? നല്ല വണ്ണം വരുത്തണം ഈശ്വര എന്നാ പറഞ്ഞത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് പറയുന്നത് ഓരോന്നും വളരെ ശ്രദ്ധിച്ചേ പറയാവൂ. അതുകൊണ്ട് ആ ഭഗവാനോട് ഒന്നും ചോദിക്കണ്ട, അറിഞ്ഞ് സുധാമാവിനെ നോക്കൂ. സുധാമാവ് ഒന്നും ചോദിച്ചില്ല, മുഴുവൻ വാരിക്കോരി കൊടുക്കുകയാണ്. സുധാമാവിന് കൊടുത്തില്ല, അദ്ദേഹത്തിന്റെ ധർമ്മവത്തിക്കാണ് കൊടുത്തതെങ്കിൽ പോലും. എന്തായാലും ഇവര് പൂർവ്വജന്മങ്ങളിൽ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഭഗവാനെ നീ എനിക്ക് പുത്രനായി വരണം, നീ എനിക്ക് പുത്രനായി വരണം എന്ന് പ്രാർത്ഥനയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാലമായപ്പോ ദേവകീ ദേവിയും വസുദേവനും തമ്മിലുള്ള വിവാഹത്തിനുള്ള സാഹചര്യമൊക്കെ ഒരുങ്ങി. കാരണം ഉഗ്രസേന മഹാരാജാവിൽ നിന്ന് ഭരണം കംസൻ പിടിച്ചെടുത്തു, ദുഷ്ടനായ കംസൻ. ഈ ദുഷ്ടന്മാര് നാട് ഭരിച്ചാൽ നാട് മുടിഞ്ഞു പോകും. എന്താ കാരണം? ദുഷ്ടന്മാര് വർദ്ധിക്കും, ശിഷ്ടജനങ്ങൾ ബുദ്ധിമുട്ടും, നാടിന്റെ ഐശ്വര്യം നശിക്കും, ജനങ്ങൾ മുഴുവൻ അന്ധകാരത്തിലാവും. അതുകൊണ്ടാണ് ധർമ്മവും സത്യവും നീതിയും ഉള്ളവനായിരിക്കണം നാട് ഭരിക്കേണ്ടത്. രാമൻ കാട്ടിത്തന്ന പോലെ പ്രജകളുടെ പ്രിയമാണ് ഒരു ഭരണകർത്താവിന്റെ ഏറ്റവും വലിയ പ്രിയം. തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല ഒരു ആൾ ഭരിക്കേണ്ടത്, നാടിന് വേണ്ടിയാവണം. ആ നാടിന് വേണ്ടി ഭരിക്കുമ്പോൾ നാട്ടിലെ പ്രജകൾക്ക് സുഖമുണ്ടാവും. അപ്പോ ആ നാട് നന്നാവണമെങ്കിൽ പ്രജാപതി അല്ലെങ്കിൽ ഭരിക്കുന്നവൻ ധർമ്മവും നീതിയും സത്യവും ഉള്ളവനായിരിക്കും. അല്ലെ ജനങ്ങളും അസത്യത്തിലേക്കും അധർമ്മത്തിലേക്കും പോകും. അപ്പൊ ഇവരെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരിക്കും ഭരണകർത്താവ്. നാട്ടിൽ അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ദുരിതങ്ങളുണ്ടാവും. അതുകൊണ്ട് കംസൻ ഭരണമേറ്റപ്പോ ഉഗ്രസേനനെ പോലൊന്നും ആയിരുന്നില്ല ഭരണം. ദുഷ്ടന്മാര് വർദ്ധിച്ചു. അങ്ങനെ വന്നപ്പോഴാണ് ഈ വസുദേവൻ ആലോചിച്ചു, എന്താണ് ഈ കംസനിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ ഒരു വഴി. കാരണം കംസനോട് യുദ്ധം ചെയ്യുമെന്ന് എളുപ്പമല്ല. കാരണം 10,000 ആനയുടെ ശക്തി ഉണ്ടെന്നാണ് കംസന്. കുവലയാപീഠം എന്ന് പറയുന്ന ജരാസന്ധന്റെ ശക്തനായ ആന മതം പൊട്ടി വരുമ്പം യുവാവായ കംസൻ കൊമ്പ് കുത്തിച്ചവരാണ്. അത് കണ്ട് പ്രീതിപ്പെട്ടിട്ട് ജരാസന്ധൻ തന്നെ 2 പുത്രിമാരായിരിക്കുന്ന അസ്ഥിയെയും പ്രാപ്തിയെയും ഒക്കെ വിവാഹം കഴിച്ചു കൊടുത്ത് സ്ത്രീധനമായിട്ട് കൊടുത്തത് ഈ കുവലയാപീഠത്തെയാണ്. കാരണം മെരുക്കാൻ കംസനെ കൊണ്ടേ പറ്റൂ കുവലയാപീഠത്തെ. അങ്ങനെ ആ കുവലയാപീഠത്തെ അടക്കിയവനാണ് കംസൻ എന്നുള്ളത് കൊണ്ട് തന്നെ കംസനോട് ആരും യുദ്ധം ചെയ്യാനുള്ള, യുദ്ധം ചെയ്താൽ അവരെല്ലാം സാമന്ത രാജാക്കന്മാരായിട്ട് മാറും, കംസന്റെ ആജ്ഞയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് യുദ്ധം ചെയ്തൊന്നും കംസനെ ജയിക്കാൻ പറ്റില്ല. പിന്നെ എന്താണ് ഉപാധി എന്ന് ആലോചിച്ചപ്പോഴാണ് ശത്രു ബലവാനാണെങ്കിൽ അവനോട് ബുദ്ധിപൂർവ്വം പെരുമാറുക എന്നൊരു രീതി കൂടിയുണ്ട്. അവനോട് ഒരു നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കുക. ആലോചിച്ചപ്പം ഏറ്റവും നല്ലൊരു ബന്ധം എന്ന് പറയുന്നത് എങ്ങനെയാ? കുടുംബങ്ങൾ തമ്മിൽ ബന്ധപ്പെടുക. അതിന് കണ്ട ഉപാധിയാണ് ദേവകീ ദേവിയെ വിവാഹം കഴിക്കുക. ഗർഗഭാഗവത്തിൽ പറയും, ഗർഗമുനിയാണ് ചെന്ന് പറഞ്ഞു കൊടുക്കുന്നത് വസുദേവർക്ക് കൊടുക്കണം ദേവകീയെന്ന്. അങ്ങനെ വിവാഹാലോചനയൊക്കെയായി. കംസന് ഈ വസുദേവനെ ഭംഗിയായിട്ട് അറിയാം. കാരണം സത്യസന്ധനാണ്, പറയണ വാക്ക് അതുപോലെ പാലിക്കുന്നവനാണ്.
സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഇന്നുവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത ഒരാളാണ് വസുദേവൻ. സത്യസന്ധനായതുകൊണ്ട് തന്നെ വസുദേവനെ അത്യധികം ഇഷ്ടപ്പെട്ടു കംസന്. തന്റെ കംസവതി പോലുള്ള സഹോദരിമാരുണ്ടെങ്കിലും അവരോടൊക്കെ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി ഒരു പ്രിയം അല്ലെങ്കിൽ ഒരു സ്നേഹം കൂടുതൽ ദേവകീദേവിയോടുണ്ടായിരുന്നു ഈ കംസൻ. അതുകൊണ്ട് വിവാഹമൊക്കെ ആഘോഷപൂർവ്വം നടത്തിയത് സ്ത്രീധനമൊക്കെ കൊടുത്തു എന്നാ പറയുന്നത്. എത്തച്ച പറയുന്നുണ്ട് 400 ആനകൾ പൊന്നണിഞ്ഞ് 14,000 കുതിര, 1000 തേര്, 10,000 കാലാള്, 200 ദാസി, 16,000 പശുക്കള്, പിന്നെ ചാരുവർണ്ണങ്ങളായ പാത്രങ്ങൾ പലവിധം. ഒരു വീട്ടിൽ പോകുമ്പോൾ അവിടെ ചെന്ന് കയറിയാൽ ജീവിക്കാൻ വേണ്ടതായ ചുറ്റുവട്ടം അതിലുള്ള പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ. പിന്നെ അത് പോരാഞ്ഞിട്ട് കിടക്കാനും ഇരിക്കാനും ഉള്ള കട്ടിലും സെറ്റി ഇല്ലേ, ജവാൻ കോട്ടും ഒക്കെ കൊടുത്തു വിട്ടുന്ന എല്ലാം കൊടുത്തു. ഇതൊന്നും പോരാഞ്ഞിട്ട് ഈ ഉഗ്രസേനന് തോന്നി ഇതൊന്നും കൊടുത്തത് പോരാന്ന്. അതുകൊണ്ട് 12 ഭാരം പൊന്ന്, 12 ഭാരം പൊന്നു കൊടുത്തുന്ന. എന്റെ അറിവിൽ ഒരു ഭാരം ഏതാണ്ട് 16 കിലോയോ മറ്റോ ആണ്. ഇന്ന് രാത്രി പോയി കണക്ക് കൂട്ടിക്കണം, മൊബൈലൊന്നും കൂട്ടല്ലോ. എത്ര പവനുണ്ടെന്ന് നാളെ വന്ന് പറയണം. ഒരു ഭാരം 16 കിലോ. അപ്പൊ 12 ഭാരം എത്ര കിലോ ഉണ്ട്, അപ്പൊ എത്ര പവൻ സ്വർണ്ണം ഉണ്ടെന്ന് നാളെ വന്നിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. ആദ്യം വന്ന് കൃത്യമായ ഉത്തരം പറയുന്ന ആളിന് 20 രൂപ സമ്മാനമുണ്ട്. അപ്പോ അങ്ങനെയും കൂടെ കൊടുത്തു വിട്ടുന്ന. എന്നിട്ടോ തന്റെ സഹോദരിയോടുള്ള സ്നേഹം കണ്ട് പോകണ വഴിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പറ്റില്ല. പണ്ട് കാലത്ത് ഈ വിവാഹമൊക്കെ കഴിഞ്ഞു പോകുമ്പോ ആ ചെന്ന് കയറുന്ന വീട്ടിൽ ആരോടും ഒരു പരിചയം ഉണ്ടാവില്ല, ഇല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ അങ്ങനെ ചെന്ന് കയറുമ്പോ ഒരു പരിചയമില്ലാത്ത ആളാകുമ്പോ ഒരു ഇഷ്ടമുള്ള ഒരാൾ കൂടെ ഉണ്ടാവും അറിയാം. അല്ലെങ്കിൽ വീട്ടുകാർ കൊണ്ടാകും അവിടെ ചെന്ന് സെറ്റിൽ ആവണം തോന്നിയാണ്. അതുകൊണ്ട് കംസൻ തന്നെ കൊണ്ടുപോയി തന്റെ സ്വന്തം തേരിൽ താൻ തന്നെ തേരാളിയായി തന്നെ. തന്നെയല്ല, തനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. തന്റെ സഹോദരി പോണ വഴിക്കെങ്ങാനും ആക്രമിച്ചു കഴിഞ്ഞാൽ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തകളൊക്കെ ഉള്ളതുകൊണ്ട് തന്റെ സഹോദരിയുടെ സ്നേഹം കൂടുതൽ കൊണ്ടും ആ കംസൻ തന്നെ എന്ത് ചെയ്തു, തേര് തെളിച്ചു പോയി. വെറുതെ ഒന്നല്ല കൊണ്ടുപോകുന്നത്. മുൻപിൽ ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, മേളമുണ്ട്. അങ്ങനെ തന്റെ സഹോദരിയുടെ മനസ്സിലെ വിഷമം എല്ലാം മാറുന്ന വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഈ ഘോഷയാത്ര മുൻപോട്ട് പോണത്, വസുദേവ ഭർതൃഗൃഹത്തിലേക്ക് പോണത്. നമ്മളിപ്പോ അതിനാണ് കല്യാണം കഴിയുന്നതിന്റെ അന്ന് വൈകുന്നേരം ഒരു പോക്കുണ്ട് ചെറുക്കന്റെ വീട്ടിലോട്ടില്ലേ. എന്തോ കാണാൻ പോവാന്ന്, അടുക്കള കാണാൻ. ഈ കല്യാണത്തിന് മുമ്പ് ചെറുക്കന്റെ വീട്ടിൽ അടുക്കള കാണാനിട്ടാണോ ഈ അടുക്കള കാണാൻ പോണേ? അല്ല, പിന്നെന്തിനാ? ഞങ്ങൾ പറയണതിൽ അന്നാണ് അതിന്റെ ബാക്കി ഞങ്ങൾ അവിടെ വന്നിട്ട് നിന്നേക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞൊരു പോക്ക് ഒരു വണ്ടിക്കകത്തേ. അവിടെ ചെന്നൊരു പരിപ്രയോഗമുണ്ട്. ഇവിടെ വെണ്ടയ്ക്കായും വഴുതനങ്ങായും കൊടുത്തിട്ട് അവിടെ ചെന്നിട്ട് എന്തോ ചെയ്യും, നീളമുള്ള കാല് നോക്കി കടിച്ചു പറയും. അങ്ങനെയാണ് അതിന് അടുക്കള കാണാൻ പോവാന്നാ പറയുന്നത്. തന്നെയല്ല ഈ എന്താ പറയാ, എല്ലാവിധമായ സന്തോഷവും മനസ്സിനൊരു വിഷമം ഉണ്ടാവാൻ പാടില്ല വിവാഹം കഴിഞ്ഞു പോകുന്ന പെണ്ണിന്. ഇപ്പൊ പിന്നെ ഇപ്പോഴത്തെ പെൺപിള്ളേർക്കൊന്നും അങ്ങനെ വിഷയങ്ങളൊന്നും ഇല്ലാണ്ടോ. പണ്ട് കാലത്ത് ഈ ചെറുക്കം പെണ്ണിനെ കാണാൻ ചെന്നിട്ട് കഴിയുമ്പോ പെണ്ണവിടെ മൂലിക്കുന്നുണ്ട്, എന്ത് ചെയ്യായിരുന്നു? അവിടെ മാറിയെന്നോട് ചിരിക്കണുണ്ടോ, എങ്ങനെയാ സ്വാമി ഞാനല്ലേ അവിടെ മാറിയെന്ന് ഒളിഞ്ഞു ഇങ്ങനെ ഒരു നോട്ടം നോക്കിട്ട് കാലുകൊണ്ട് എന്തോ ചെയ്യുമായിരുന്നു, റാന്ന് വരയ്ക്കുമായിരുന്നു. ഇല്ലേ? ഇല്ല, അങ്ങനെയല്ലായിരുന്നു. നിങ്ങളൊന്നും അങ്ങനെ വരച്ചിട്ടില്ലേ? അപ്പൊ നിങ്ങൾ ധൈര്യശാലികളാണ്. ഇപ്പൊ അങ്ങനല്ല. ചെറുക്കൻ ചെന്ന് പെണ്ണിനെ കാണാൻ പെണ്ണൊരു നോട്ടം തോക്കുമ്പോ ചെറുക്കൻ അവിടെ നിട്ടാന്ന് വരയ്ക്കും. അപ്പോഴത്തെ കണ്ടീഷൻ അങ്ങനെയാണ്. അപ്പോ അന്ന് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു അന്യഗൃഹത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഉള്ളിൽ വളരെ ഭയമുണ്ടാക്കുന്നവർ. കാരണം ചെറുക്കനെ ചൊവ്വനരെ കണ്ടിട്ട് പോലും ഉണ്ടായിട്ടില്ല, അല്ലേ? ഒരു 80, 70, 80 കഴിഞ്ഞ അമ്മമാരോട് ചോദിച്ചാലേ അവര് പറയും, അമ്മ എന്താ അമ്മയെ ചെറുക്കനെ അച്ഛനെ ചൊവ്വനരെ കണ്ടെന്ന് ചോദിച്ചാൽ എന്റെ മക്കളെ ഒന്നും പറയണ്ടടി എന്ന് പറയും. എന്താണ്, അവരൊന്നും കണ്ടിട്ട് പോലും ഇല്ല. കണ്ണന്മാര് പറയും, ഇവനാ നിന്റെ ചെറുക്കൻ, കുനിഞ്ഞു കൊടുക്കുക നിവർത്തി ഉണ്ടായിരുന്നുള്ളൂ, ഇല്ലേ? അപ്പൊ എന്തായാലും അതുകൊണ്ട് ദേവകീദേവിക്കുള്ളിലൊരു ഭയമുണ്ട്. കാരണം ഈ വസുദേവനെ അത്ര പരിചയമൊന്നുമില്ല. അപ്പൊ ഉള്ളിൽ ആ വിഷമമൊന്നും ഉണ്ടാവാതിരിക്കാനാണ് ഇത്ര ആഘോഷപരമായിട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും അങ്ങനെ യാത്ര ചെയ്ത കൂട്ടത്തിൽ കുറെ ദൂരം ചെന്നപ്പോൾ ഒരു അശരീരി കേട്ടു, ഹേ കംസ, നിന്റെ സഹോദരിക്ക് ഉണ്ടാവാൻ പോകുന്ന 8ാമത്തെ പുത്രൻ നിന്റെ ഘാതകനായി തീരുന്ന ഒരു അശരീരി കേട്ടുന്ന.
കംസന് ആദ്യം വലിയ പ്രശ്നമൊന്നും തോന്നില്ല. കാരണം അതൊക്കെ ഇങ്ങനെ കേട്ടോണ്ടെങ്കിൽ ഇത്രയും ശക്തനായ തന്നെ കൊല്ലാൻ ഒരുവൻ ഉണ്ടാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നും അല്ലാന്ന് കംസന് തോന്നി. പക്ഷെ ഇന്ന് മൂന്നാല് ഇത് തന്നെ കേട്ടപ്പോ കംസന്റെ ഉള്ളിലും ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു. വേഗം തന്നെ തേരവിടെ പിടിച്ചു നിർത്തി ചാടി എഴുന്നേറ്റ് പുറകിലിരുന്ന തന്റെ സഹോദരിയുടെ മുടിക്കെല്ലാം കൂടെ ചുറ്റിപ്പിടിച്ച് തന്റെ ഉറയിലുണ്ടായിരുന്ന വാള് വലിച്ചൂരിയിട്ട് ദേവകീ ദേവിയുടെ കഴുത്ത് വെട്ടാനായിട്ട് ഒരുങ്ങിയപ്പോ വസുദേവര് കയറി കൈക്ക് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹേ കംസ, സ്ത്രീ വധിയല്ല, സ്ത്രീയെ വധിക്കാൻ പാടില്ല. സ്ത്രീയെ വധിക്കാനെന്നല്ല, സ്ത്രീയെ ഉപദ്രവിക്കാൻ പാടില്ല. സ്ത്രീകളെ ഉപദ്രവിക്കുന്നവൻ പുരുഷനല്ല. മീശ ഉണ്ടാകേണ്ട കാര്യമായില്ല. സ്ത്രീകളെ ഉപദ്രവിക്കുന്നുവെങ്കിൽ അവൻ പുരുഷനല്ല. സ്ത്രീയുടെ കൂട്ടത്തിലും കൂട്ടാൻ കൊള്ളൂല. പിന്നെ ബാക്കി എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. എന്താ കാരണം? അത്രമാത്രം പ്രാമുഖ്യം കൊടുക്കേണ്ടവരാണ് സ്ത്രീകൾ. കാരണം സ്ത്രീ എന്നത് പ്രകൃതിയാണ്. നമ്മുടെ സംസ്കാരമാണ് അത്രമാത്രം സ്ത്രീക്ക് അത്യധികമായിരിക്കുന്ന പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു സംസ്കാരം. പിന്നെ ഇപ്പൊ അതിനെതിരായിട്ട് പറയുന്ന ഒരു വാക്യം മനുസ്മൃതിയിൽ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്ത്രീ സനാതന ധർമ്മത്തിലും സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടുള്ളവളല്ല എന്നാണ് ഒരു വാദം. മനുസ്മൃതി പറഞ്ഞിട്ടില്ല സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കരുതെന്നോ സ്വാതന്ത്ര്യം ഇല്ലെന്നോ. ഒരു സ്ത്രീയെ പൂജിക്കണത് സർവ്വദേവതകളും കുടികൊള്ളുമെന്ന് പറഞ്ഞതും ഈ മനുസ്മൃതി തന്നെ. അവിടെ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞ? അതിനു മുമ്പ് 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബാല്യകൗമാരകാലങ്ങളിൽ പിതാവിനാൽ സംരക്ഷിക്കപ്പെടുന്നത് കൊണ്ടും യൗവനകാലത്ത് ഭർത്താവിനാൽ സംരക്ഷിക്കപ്പെടുന്നത് കൊണ്ടും വാർദ്ധക്യകാലത്ത് പുത്രനാൽ സംരക്ഷിക്കപ്പെടുന്നത് കൊണ്ടും അവൾക്ക് സ്വാതന്ത്ര്യമില്ല. എന്തിന്? മറ്റൊരാളുടെ പരസഹായം തേടാൻ ഒരു അവകാശം അവയ്ക്കില്ല. കാരണം ഈ 3 കാലത്തും പുരുഷന്മാരാൽ രക്ഷിക്കപ്പെടുന്നവളാണവൾ. എന്ന് വെച്ചാൽ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അവൾ ഒരു തരത്തിലും മറ്റൊരുവന്റെ മുൻപിൽ പോയി നിന്ന് അവളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരാളുടെ മുൻപിൽ ചെന്ന് തലകുനിക്കാനോ കൈനീട്ടാനോ ഉള്ള അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതിനുള്ള സ്വാതന്ത്ര്യം അവക്കില്ല. എന്തുകൊണ്ട്? കുട്ടിക്കാലത്ത് അച്ഛൻ സംരക്ഷിക്കുന്നു, ഇല്ലേ? നമ്മളൊക്കെ കുഞ്ഞായിരിക്കും നമ്മുടെ അച്ഛന് എങ്ങനെയുള്ള ആളാ? യുവാവാണോ വൃദ്ധനാണോ? യുവാവാണ്. നമ്മളെ കല്യാണം കഴിക്കുന്നത് കളവനാണോ യുവാവാണോ? നിങ്ങളെ കെട്ടിയത് കളവനായിട്ടാണ്? അല്ല, യുവാവാണ്. നമ്മൾ വാർദ്ധക്യത്തിലിരിക്കുമ്പോൾ നമ്മുടെ മക്കള് യുവാവാണോ വൃദ്ധനാണോ? യുവാവ. അപ്പൊ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവൾക്ക് ഏറ്റവും ആദ്യം വേണ്ടത് എന്താണ്? നിങ്ങൾക്ക് എന്താ വേണ്ടേ? പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ആദ്യം വേണ്ടത് അവൾക്ക് ഏറ്റവും ശക്തമായ ഒരു സംരക്ഷണമാണ്, അല്ലേ? ആണോ? ഈ 3 കാലത്തും അവൾക്ക് ശക്തമായ സംരക്ഷണം ഒരുക്കുന്നത് യുവാക്കളാണ്. അതുകൊണ്ട് 3 കാലത്തും യുവാക്കളാൽ സംരക്ഷിക്കപ്പെടുന്നത് കൊണ്ട് അവൾക്ക് സമൂഹത്തിൽ യാതൊരുവിധമായ വിധത്തിലുമുള്ള ഒരു അബദ്ധം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് മറ്റൊരാളുടെ മുമ്പിൽ, സമൂഹത്തിന്റെ മുമ്പിൽ ചെന്ന് യാതൊരു വിധത്തിലുമുള്ള ഒരു അപമാനം ഏർപ്പെടേണ്ടതായിട്ട് അവസ്ഥയുണ്ടാവുന്നില്ല. അവിടെ സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നുവെങ്കിൽ നാരീപൂജ പോലുള്ള ചടങ്ങുകൾ നമ്മുടെ സങ്കേതങ്ങളിൽ നടക്കില്ല. ശരിയല്ലേ? ആണല്ലേ? ചിന്തിച്ചു നോക്കൂ. ഇന്ന് വരെ എവിടെയെങ്കിലും ഒരു പുരുഷനെ പൂജിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നമുക്കൊന്നും ഒരു കാര്യവുമില്ലെന്ന്. ഞങ്ങളെയൊന്നും ആർക്കും വേണ്ട. അപ്പൊ അതുകൊണ്ട് സ്ത്രീ വധിയല്ല. അതുകൊണ്ട് സ്ത്രീയെ വധിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് നിന്റെ സഹോദരിയാണ്. ഒരു കാരണവശാലും അവളെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും കേൾക്കാനുള്ള ഒരു മനസ്സ് ആർക്കില്ലായിരുന്നു?
കംസനില്ലായിരുന്നു. കാരണം തന്റെ മരണമുണ്ടാവും എന്നൊരു സൂചന കിട്ടിയപ്പോ അവിടെ കംസൻ ബാക്കിയെല്ലാം മറന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭയം മരണഭയം അല്ലേ? ഇപ്പൊ നിങ്ങൾ ഇവിടെ നിന്നൊക്കെ കഴിഞ്ഞു പോകുമ്പോ ഒരു ചെറിയ മങ്ങിയ വെളിച്ചത്തിൽ അവിടെ കാണാൻ ഒരു കയറ വല്ലോ ഒന്ന് ചുറ്റി കിടക്കട്ടെ, എന്തെങ്കിലും ഒരു കമ്പേരിങ്ങനൊക്കെ പൊങ്ങി നിങ്ങൾ എന്തോ ചെയ്യും? അയ്യോ പാമ്പെന്ന് പറഞ്ഞൊരു കാട്ടൊക്കെയാണ് ഇല്ലേ? ഇല്ലേ? എന്തിനാ ഈ പാമ്പിനെ പേടിച്ചേ? പാമ്പിനെ ഭയം വന്നത് പാമ്പ് കടിച്ചാൽ ഞാന് മരിച്ചു പോകും എന്നുള്ള ഭയം. ഈ മരണഭയമാണ് നമുക്ക് ഏറ്റവും വലുത്, ഏറ്റവും വലിയ ഭയത. അതുകൊണ്ട് ശക്തനാണ് താനെന്ന ബോധമുണ്ടായിട്ടും തനിക്ക് ഇവളിൽ നിന്നുണ്ടാവാൻ പോകുന്ന 8ാമത്തെ പുത്രൻ തന്റെ ഘാതകനാകും എന്ന് കേട്ടപ്പോ കംസനുള്ളിൽ ഭയമുണ്ടായി. അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാനും ഉള്ള ഉപാധിയാണ് കംസൻ കണ്ടത്, ദേവകിയെ ഇല്ലാതെയാക്കുക. എന്നിട്ട് വസുദേവര് പറഞ്ഞു, ഹേ കംസ, ഇനി ഇവളെ കൊന്നാൽ നിനക്ക് മരണമുണ്ടാവില്ലെന്ന് എന്താ ഉറപ്പ്? ഒരുവൻ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവന് മരണം ഉറപ്പാണ്. അത് ഏത് വിധത്തിലാവണമെന്ന് നേരത്തെ എഴുതി വെച്ചിരിക്കുന്നതാ. അപ്പൊ ദേവകിയെ ഇല്ലാതാക്കിയത് കൊണ്ട് നിനക്ക് മരണമുണ്ടാവില്ല എന്ന് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. ഇനി ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ, ഏതോ ഒരു അശരീരി, ആരാ പറഞ്ഞതൊന്നും അറിയില്ല, ശരീരമില്ലാത്ത ശബ്ദം അശരീരി. നിന്റെ ശത്രുക്കൾ ആരെങ്കിലും നിന്നെ പറ്റിക്കാൻ പറഞ്ഞതാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നിന്റെ സഹോദരിയെ കൊണ്ടുപോ ഒരു സ്ത്രീ ഹത്യക്കുള്ള അപമാന ഭാരം സഹിക്കണ്ടേ? ഇനി അതും പോകട്ടെ, ഇവൾക്ക് സന്തതികൾ ഉണ്ടാവും എന്നെന്താ ഉറപ്പ്? ഉണ്ടായാൽ തന്നെ 8 ഉണ്ടാവും എന്നെന്താ ഉറപ്പ്? അങ്ങനെ ഒന്നിനും യാതൊരു വിധമായ ഉറപ്പും ഇല്ലാത്തിടത്ത് ഇവളെ നീ ഹനിക്കുന്നത് ശരിയല്ല. ഇങ്ങനെയുള്ള വാക്യങ്ങൾ ഒന്നും കേട്ടിട്ട് കംസന്റെ മുഖത്ത് യാതൊരുവിധ ഭാവമാറ്റവും ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കി ആരെ? വസുദേവൻ. ആലോചിനി എന്താ, തന്നെ വിശ്വസിച്ച് തന്റെ കൂടെ ജീവിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടവളെ സംരക്ഷിക്കുക എന്നതൊരു പുരുഷന്റെ ധർമ്മമാണ്. ഏതു വിധത്തിലും അവളെ സംരക്ഷിക്കണം. കാരണം തന്റെ കൂടെ തന്നെ വിശ്വസിച്ചിറങ്ങി വന്നവളാണ്. അവളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം തനിക്കുണ്ട്. അതൊരു പുരുഷന്റെ ധർമ്മമാണ്. താലി കെട്ടി കൊണ്ടുവന്നുവെങ്കിൽ കഴിയും വിധം അവളെ സംരക്ഷിക്കുക എന്നത്. അല്ലാത്ത കെട്ടാൻ പോകരുത്. അതുകൊണ്ട് തന്റെ ജീവിത പങ്കാളിയായി തന്നോടൊപ്പം വന്ന ദേവകിയുടെ ജീവനെ രക്ഷിക്കേണ്ട തന്റെ ഉത്തരവാദിത്വമായതുകൊണ്ട് ഏത് വിധത്തിൽ സാധ്യമാവുമെന്ന് ചിന്തിച്ചപ്പോ ഭഗവാൻ തന്നെ ഉള്ളിൽ തോന്നിച്ചതാവാം. പറഞ്ഞു, ഹേ കംസ, ഇവള് നിന്നെ കൊല്ലും നല്ലല്ലോ പറഞ്ഞത്. ഇവൾക്കുണ്ടാവാൻ പോകുന്ന 8ാമത്തെ പുത്രൻ കൊല്ലുമെന്നല്ലേ കേട്ടത്. അതുകൊണ്ട് ഏതേത് പുത്രന്മാരിലാണോ നിനക്ക് ഭയമുണ്ടാവുന്നത് അതിനെ ഞാൻ കൊണ്ടെത്തുന്നോളാം. കംസനോട് വസുദേവര് പറഞ്ഞില്ല 8ാമത്തെ പുത്രനെ കൊണ്ട് തരാമെന്ന്. ആദ്യമേ നമ്മൾ പറഞ്ഞു വസുദേവര് സത്യമുള്ളവനാണ്, പറയുന്ന വാക്കുകൾ അതുപോലെ പാലിക്കുന്നവനാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കംസനെ പറ്റിച്ചില്ലേ എന്നൊരു ചോദ്യമുണ്ട്. വസുദേവര് പറഞ്ഞിട്ടില്ല 8ാമത്തെ പുത്രനെ കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടില്ല. ഏതേത് കുട്ടിയിലാണോ നിനക്ക് ഭയമുണ്ടാവുന്നത് അതിനെ നീ കൊണ്ട് തരാന്നേ പറഞ്ഞിട്ടുള്ളൂ. മൂലഗ്രന്ഥം എടുത്ത് നോക്കിയാൽ വ്യക്തമായിട്ട് അതിനകത്ത് കാണാം. ഇത് കേട്ടപ്പോ കംസനും ആലോചിച്ചു, ശരിയാണ്, വെറുതെ തന്റെ സഹോദരിയെ കൊന്നു എന്നുള്ളൊരു സ്ത്രീയെ ഹനിച്ചു എന്നുള്ള നാണക്കേടും അപമാന ഭാരം പേരെ നടക്കേണ്ടതില്ല. അതുകൊണ്ട് ഈ പറഞ്ഞതിനോട് യോജിക്കാമെന്ന് വിചാരിച്ച് രണ്ടുപേരെയും കൂടെ പറഞ്ഞു വിട്ടു. അങ്ങനെ രണ്ടുപേരും വസുദേവരുടെ ഗൃഹത്തിലെത്തി. അങ്ങനെ ജീവിതമൊക്കെ ആരംഭിച്ചു. കാലമായപ്പോ ദേവകീദേവി ആദ്യത്തെ ഗർഭം ധരിച്ചു. കുഞ്ഞുണ്ടായ നിമിഷം തന്നെ വസുദേവര് ആ കുട്ടിയെ എടുത്തുകൊണ്ട് ചെന്ന കംസന്റെ മുമ്പിൽ കാഴ്ചവെച്ചു. കംസൻ അത്യധികമായ സന്തോഷമായി. കാരണം പറഞ്ഞ വാക്കിനെ പാലിച്ചുവല്ലോ വസുദേവരെ. അതുകൊണ്ട് അത്യധികമായ സന്തോഷമായി. കംസനൊന്ന് പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, ഹേ വസുദേവരെ, 8ാമത്തെ പുത്രൻ എന്നെ ഹനിക്കും എന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് ഇത് ആദ്യത്തെ കുട്ടിയല്ലേ, ഇതിനെ കൊണ്ടുപോയി വളർത്തിക്കോളൂ, 8ാമത്തവനെ എനിക്ക് തന്നാ മതി. വാക്ക് കൊടുത്തില്ല വസുദേവൻ.
കംസൻ ആ കുട്ടിയെ കൊടുത്തുവിട്ട് തിരികെ ദേവകി ദേവിയുടെ അരികിൽ കൊണ്ട് കിടത്തിയിട്ട് പറഞ്ഞു, ഹേ ദേവകി, നിന്റെ സഹോദരൻ അതാ പുത്രനെ തന്നുവിട്ടിരിക്കണു, ഇനി നീ മുലയൂട്ടിക്കോളൂ എന്ന് പറഞ്ഞ് അമ്മയുടെ അരികിൽ കിടത്തിക്കൊണ്ടാണ്. അതിനു മുമ്പ് വസുദേവന് സമ്മതിച്ചിരുന്നില്ല അത്രേ ദേവകി ദേവിയെ ഈ കുഞ്ഞിന് മുലയൂട്ടാൻ. കാരണം ഒരമ്മയും കുഞ്ഞുങ്ങളുള്ള ബന്ധം തുടങ്ങുന്നത് എവിടുന്നാണ്? അത് അമ്മമാർ പറയാം, എവിടുന്ന ഒരമ്മയും കുഞ്ഞുങ്ങളുടെ ബന്ധം തുടങ്ങുന്നത്? അമ്മമാരല്ലേ? എവിടുന്നാ ബന്ധം തുടങ്ങുന്നത്? അമ്മയും കുഞ്ഞുങ്ങളുള്ള ബന്ധം പറ. ഇപ്പൊ മനസ്സിലായി, നിങ്ങൾ അമ്മമാരല്ല, നിങ്ങൾ മറ്റേ സാധനം. ഇനി ഇപ്പൊ വിളിക്കുന്ന ഒരു പേരുണ്ടല്ലോ, വേറെ ഇപ്പോഴത്തെ പിള്ളേർ വിളിക്കുന്ന വേറൊരു പേരുണ്ടല്ലോ, അമ്മയ്ക്ക് പേര്. അതും അറിയുന്നുണ്ട്, അമ്മ ഞാൻ പറയുന്നില്ല. ഒരമ്മയും കുഞ്ഞും കൂടിയുള്ള ബന്ധം തുടങ്ങുന്നത് എവിടുന്നെയാ? പൊക്കിൽ കൊടിയിൽ നിന്ന് തുടങ്ങുന്ന ബന്ധമാണ്. ആണോ അല്ലയോ? ആണോ? ആണെന്നാ എന്റെ അറിവ്. എന്താ കാരണം? അകത്ത് കിടന്നുകൊണ്ട് അമ്മ കഴിക്കുന്ന ആഹാരത്തിന്റെയൊക്കെ അംശത്തെ സ്വീകരിച്ച് തന്റെ ജീവനെ നിലനിർത്തുന്ന ആ കുഞ്ഞുമായിട്ടുള്ള ബന്ധം. എന്നിട്ട് നമ്മൾ പറയാനില്ലായിരുന്നു. പ്രഹ്ലാദനോട് ചോദിച്ചപ്പോ പ്രഹ്ലാദൻ പറഞ്ഞു, ഞാൻ എന്റെ അമ്മയുടെ ഉദരത്തിൽ കിടന്നുകൊണ്ടാണ് ഇത് പഠിച്ചത് എന്ന് പറഞ്ഞല്ലോ. ഒരു സ്ത്രീ ഗർഭിണിയായാല് 5-ാം മാസം മുതൽ 5 വയസ്സ് വരെ, അതായത് ഒരു കുഞ്ഞുണ്ടാവുന്ന 5-ാം മാസം മുതൽ 5 വയസ്സ് വരെ, പുറത്തു വന്നിട്ടല്ല, അകത്ത് കിടക്കണ 5-ാം മാസം 5 വയസ്സ് വരെ എന്താണോ നിങ്ങൾ പകർന്നു കൊടുക്കുന്നത് അതായിരിക്കും ആ കുഞ്ഞിന്റെ സംസ്കാരം, അതായിരിക്കും അവന്റെ സ്വഭാവം. ഒരു കുഞ്ഞ് നല്ല രീതിയിൽ വളർന്നാലും മോശമായിട്ട് വന്നാലും അതിന്റെ ഏതാണ്ട് ഒരു 65% ഉത്തരവാദി ആരാ? അമ്മേ. പിന്നെ വേണേ പിടിച്ചു നിൽക്കാൻ ചേട്ടന്മാർ മുമ്പിൽ പറയാം, മനുഷ്യരെ നിങ്ങളുടെ കുടുംബക്കാരുടെ ഗുണമാണ് വെച്ച് കാണിക്കുന്നതൊക്കെ വേണേ പിടിച്ചു നിൽക്കാൻ പറയാമെന്നുള്ളതേ ഉള്ളൂ. അതല്ല സത്യം. പോയിട്ട് ബാക്കി മാത്രമേ ഉള്ളൂ അച്ഛനിൽ നിന്ന് പഠിക്കണത്. അങ്ങനെ കാലം കടന്നുപോയി. ഇതിനിടയ്ക്ക് നാരദന് കംസന്റെ ഗൃഹത്തിലൊന്ന് കൊട്ടാരത്തിലൊന്നെത്തി. നാരദനെ വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ചാണ് ചിന്തയോ ചെന്നിട്ട് നാരദനെ വിശേഷം എന്നൊക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്ന വഴിക്കെല്ലാം കംസ, നിന്റെ പേര് മാത്രമാ കേൾക്കുന്നത്, എല്ലാവർക്കും ഭയങ്കര ഭയമാണ് നിന്നെ കുറിച്ച് കേൾക്കുമ്പോ. പിന്നെ വരണ വഴിക്ക് കേട്ടു, ഇങ്ങനെ ദേവകി ദേവിയുടെ കല്യാണം കഴിഞ്ഞെന്നോ, ഒരു കുട്ടി ഉണ്ടായെന്നോ, അതിനെ കൊണ്ട് കൊടുത്തെന്നോ, അശരീരി കേട്ടെന്നോ ഒക്കെ ഇങ്ങനെ കേട്ടുന്നോ. കംസ പറഞ്ഞു, ഇതൊക്കെ സത്യ. ഇപ്പൊ നാരദമുനി ഒരു ചിരി ചിരിച്ചു എന്നാ പറയണേ. ചിലരുടെ ചിരി കണ്ടാൽ അർത്ഥം മനസ്സിലാക്കാൻ വലിയ പാടാ, അല്ലേ? നമ്മളെ നോക്കി ചിലർ ചിരിക്കുമ്പോഴേ ചിരി പലതരത്തിലുണ്ടെന്ന്, അല്ലേ? ഇപ്പൊ നിങ്ങളൊക്കെ എന്നെ നോക്കി ചിരിക്കുന്ന ചിരി എന്തോ ചിരിയായിരിക്കും. ഞാൻ ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് നാരദരോട് ചോദിച്ചു, എന്താ നാരദരിയാ ഇങ്ങനെ ചിരിക്കാൻ കിടപ്പറഞ്ഞല്ല? കംസ, ദേവന്മാരും മായാവികളാണ്. അവരുടെ വിജയത്തിന് വേണ്ടി അവരെന്തും ചെയ്യും. നിനക്കിത് ഒന്നാമത്തെ കുട്ടിയാ, പക്ഷെ ദേവന്മാർ ആ തരത്തിൽ കണ്ടില്ലെങ്കിലോ, അവരെ സംബന്ധിച്ച് തെറ്റാണെങ്കിലോ, എണ്ണം തെറ്റിയില്ലേ? അപ്പൊ അതല്ലേ നിന്റെ ഘാതകൻ എന്നൊരു ചോദ്യം അവിടെ ഉണ്ടായിരുന്ന. അപ്പോഴാണ് കംസന് ബോധം വീണത്. വേഗം തന്നെ പോയി ദേവകി ദേവിയുടെ അരികിൽ കിടന്ന ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പുറത്തു വന്ന് അവിടെ ഒരു പരുത്ത പാറയുണ്ടായിരുന്നു, അതിൽ കൊടുത്തൊരൊറ്റ അറ്റി എല്ലാം ചിന്നി ചിതറി അവിട്ട് കൊടുത്തു. അങ്ങനെ 6 കൊന്നു. 7ാമതൊന്ന് ഉത്ഭവിച്ചു ദേവകി ദേവിയുടെ ഉള്ളില്. ഭഗവാൻ അപ്പ തുടങ്ങിയ തന്റെ ലീല തന്റെ യോഗമായി വിളിച്ചിട്ട് പറഞ്ഞു, ഹേ യോഗമായി, വേഗം തന്നെ ദേവകി ദേവിയുടെ ഉദരത്തിൽ കിടക്കുന്ന ആ ജീവനെ എടുത്തുകൊണ്ടുപോയി ഈ വസുദേവരുടെ തന്നെ മറ്റൊരു ഭാര്യ രോഹിണി നന്ദഗോപ ഗേഹത്തിലുണ്ട്, അവളുടെ ഉദരത്തിലേക്ക് ആക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. എന്നിട്ടോ ഞാൻ വരാൻ സമയമാവുമ്പോ നീ യശോദയുടെ ഉദരത്തിൽ പിറക്കണം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്തു തീർക്കാനുണ്ട് എന്ന്
ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഏതാണ്ട് 5 മാസമായി പ്രായമായ ആ ജീവനെ എടുത്തുകൊണ്ട് നേരെ രോഹിണി ദേവിയുടെ ഗർഭത്തിലേക്ക് കൊണ്ടാക്കി. ഇത് കണ്ടപ്പോ കംസന് മനസ്സിലായി, ഇത് ഈ ശരിയായ പോക്കല്ല ഈ പോണതെന്ന് മനസ്സിലായി. വേഗം തന്നെ ദേവകീ ദേവിയെയും വസുദേവനെയും കാരാഗൃഹത്തിൽ അടച്ചു, കൈക്കും കാലും എല്ലാം ചങ്ങലയിട്ട് ബന്ധിച്ചു. എന്നിട്ടോ 5 ഭടന്മാരെ കാവല് നിർത്തി. അവിടെ എപ്പോ ദേവകീ ദേവി പ്രസവിച്ചാലും വന്ന് വിവരം പറയണം എന്ന്. അങ്ങനെ 8ാമത്തെ ഗർഭം കണ്ടു. ഇടയ്ക്കിടയ്ക്ക് ഈ കംസം പോയി നോക്കും ദേവകീ ദേവിയെ. പക്ഷെ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത എന്തോ ഒന്ന് ആ ദേവകിയിൽ കാണാൻ സാധിച്ചു കംസന് മനസ്സിലായത് തന്റെ ഘാതകൻ തന്നെ ഈ വന്നിരിക്കുന്നതെന്ന് ബോധ്യമായി. അതുകൊണ്ട് വേണ്ട സംവിധാനങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ട് കംസന് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു പിന്നീട്. അങ്ങനെ ചിങ്ങമാസത്തിലെ രോഹിണി നക്ഷത്രത്തില് അഷ്ടമി തിഥിയില് അർദ്ധരാത്രിയില് ഭഗവാൻ അവതരിച്ചു. ദേവകീ ദേവി പ്രസവിച്ചു എന്ന് പറഞ്ഞില്ലേ, ഭഗവാൻ അവതാരം ചെയ്തു എന്നാ പറഞ്ഞത്. ആ അവതാരം ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ മുമ്പേ പറഞ്ഞ് ഒന്നും ഇവിടെ ഉപേക്ഷിക്കാതെ തിരിച്ചു പോകുന്നതിനുള്ള കാരണം. എന്തായാലും അങ്ങനെ ഭഗവാൻ അവതരിച്ചു. ഭഗവാന്റെ ദിവ്യമായിരിക്കുന്ന രൂപത്തെ കാണാൻ സാധിച്ചു ദേവകീ ദേവിക്കും വസുദേവർക്കും. രണ്ടുപേരും ഭഗവാനെ സ്തുതിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹേ ഭഗവാൻ, ഇങ്ങനെ കാണണമെന്നല്ല ഞങ്ങൾ ആഗ്രഹിച്ചു, ഞങ്ങൾക്ക് പുത്രനായി കാണണമെന്നാണ് ആഗ്രഹം ഉണ്ടായത്. അതുകൊണ്ട് ആ ഭാവത്തിലേക്ക് വരണമെന്ന് പ്രാർത്ഥിച്ചു. ഭഗവാൻ പറഞ്ഞു, ഹേ വസുദേവരെ, ദേവകി, നിങ്ങൾ പല ജന്മങ്ങളിലും എന്നെ മകനായി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പല ജന്മത്തിലും ഞാൻ നിങ്ങൾക്ക് മകനായിട്ടുണ്ട്. ഇവിടെയും ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് പുത്രനായി വരുന്നത്. എന്റെ ഈ ദുർലഭമായിരിക്കുന്ന സ്വരൂപത്തെ കാണാൻ നിങ്ങൾക്കൊരു ഭാഗ്യമുണ്ടായതാണ്. അതുകൊണ്ട് ഞാനിപ്പോ ഒരു കുട്ടിയുടെ രൂപം ധരിച്ച് ഇവിടെ കിടക്കും. അപ്പൊ എന്നെ വേഗം തന്നെ ഇവിടുന്ന് എടുത്തുകൊണ്ടുപോയി അമ്പാടിയില് നന്ദഗോപരുടെ ഗൃഹത്തിൽ യശോദാദേവിയുടെ അരികിൽ കിടത്തിയിട്ട് യശോദാദേവി ജന്മം കൊടുത്തിരിക്കുന്ന കുഞ്ഞിനെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കാരാഗൃഹത്തിൽ കിടത്തണം. കംസൻ വരുമ്പം കാണിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഭഗവാനെയും എടുത്തുകൊണ്ട് വസുദേവന് പോകാനായിട്ട് എടുത്തപ്പോ കൈക്കും കാൽക്കും ഉണ്ടായിരുന്ന ചങ്ങലകളൊക്കെ വേറുപെട്ടു. അവിടെ ഭഗവാൻ അവതരിച്ചപ്പോ കാവൽ നിന്ന് ഭടന്മാരൊക്കെ മയങ്ങിപ്പോയി. കാരാഗൃഹത്തിന്റെ വാതിൽ തനിയെ തുറന്നു. ഈ വസുദേവന് ഭഗവാനെ കൊണ്ട് എങ്ങനെയാ പോയെ? എന്തിനകത്ത് വെച്ചാ കൊണ്ടുപോയെ? ഈ കാരാഗൃഹത്തിൽ കൊട്ടമല്ല ഉണ്ടായിരുന്നു. എനിക്കറിഞ്ഞുകൂടാ കേട്ടോ. ഇനി കൊട്ട ഉണ്ടായിരുന്നു തന്നെ വിചാരിക്കുക. കുചേലൻ അവരിക്കും എവിടെ വെച്ചോണ്ടാവേ? അവിടെ തന്നെ ഇരിക്കണം. നമ്മളൊരു സാധനം രഹസ്യമായി കൊണ്ടുപോയി ആരെങ്കിലും കൊട്ടക്കകത്ത് വെച്ച് കൊണ്ടുപോകും. എവിടെയാ പറഞ്ഞിരിക്കുന്നത് കൊട്ടക്കകത്താ കൊണ്ടുപോയത്? ഭാഗവതി പറഞ്ഞിട്ടുണ്ടോ കൊട്ടക്കകത്താ ഭഗവാനെ കൊണ്ടുപോയാൽ? ഇവരെല്ലാം ശ്രേഷ്ഠന്മാരായ പ്രാണികര്. അവരോട് ചോദിച്ചു, ഭാഗവതിനകത്ത് കൊട്ടക്കകത്താ കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ടുണ്ടോന്ന്. ഞങ്ങളാരും ഇതുവരെ ഭാഗവത് വായിച്ചില്ല. വസുദേവന് കൊട്ടക്കകത്തായിട്ട് തന്നെ കൊണ്ടുപോയത്. ഏതോ ഒരു കലാകാരനുള്ളിൽ തോന്നിയ ഒരു ബോധമാണ് ഇങ്ങനെ ഒരു രൂപത്തിൽ താടി മുടിയൊക്കെ വളർത്തി വെറുതെ ഒരു കൊട്ടക്കകത്ത് കൊച്ചിനെ വെച്ചോണ്ട് പോകുന്നത്. ആർക്കോ തോന്നി, ഒരു കലാകാരന് തോന്നിയ ബുദ്ധിയാണ് നമ്മൾ പൂജാമുറി കൊണ്ടുവച്ച് പൂജിക്കുന്നത്. ഭഗവാനെ കൊട്ടക്കകത്തൊന്നും അല്ല കൊണ്ടുപോയി. പറയുന്നുണ്ട്, തന്റെ 2 കൈകൾ കൊണ്ടും ഭഗവാനെ കോരിയെടുത്ത് താൻ ഉടുത്തിരുന്ന അല്ലെങ്കിൽ ഇതുപോലെ പുതച്ചിരുന്ന വസ്ത്രത്തിനകത്ത് ഭംഗിയായി പൊതിഞ്ഞ് ആരും കാണാതെ കൊണ്ടുപോയി. തന്റെ മാറോട് ചേർത്ത് പിടിച്ചു ഭഗവാനെ. അപ്പോഴാണ് കൈക്കും കാൽക്കും ഉണ്ടായിരുന്ന ചങ്ങലകളെല്ലാം വേറുപെട്ടുപോയത്. കൊട്ടക്കകത്തൊന്നും കൊണ്ടുപോയി. ഇനി ആരോട് പറയല്ലേ കൊട്ടക്കകത്ത കൊണ്ടുപോയത്? 13 സപ്രദായം കേട്ട നിങ്ങൾ ഭഗവാനെ കൊട്ടക്കകത്ത കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പറഞ്ഞു അതിന് മറുപടി പറയും? ഭഗവാനെ കൊട്ടക്കകത്തൊന്നും കൊണ്ടുപോയിട്ടില്ല. കുചേലൻ അവര് കച്ചത്തിലും വെച്ച് കൊണ്ടുപോയിട്ടില്ല കേട്ടോ. അത് കുചേലാധിപതി പറയുന്ന നേരത്തെ നമുക്ക് നോക്കാം എവിടെ വെച്ചാ കൊണ്ടുപോയത്. എന്തെല്ലാം വിദ്യാധാരണകളാണ് നമ്മുടെ ഉള്ളിലുള്ളത് ഭഗവാന്റെ ലീലകളെ വീക്ഷിക്കും. അതുപോലെ ഒരു വാമനാവതാരമുണ്ട്, ചതിയനായ വാമനം എന്നതുണ്ട്. അഷ്ടമസ്കന്ധത്തില് പാവം പിടിച്ച മഹാബലിയെ ചവിട്ടി പാതാളത്തിലേക്ക് താത്തിയ ചതയനായ വാമനനെ നമുക്ക് എന്ത് ചെയ്യണ്ട, പൂജിക്കണ്ട. ആ ധർമ്മിഷ്ഠനായ മഹാബലിയെ വേണം നമ്മൾ പൂജിക്കാനെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ നടക്കുന്നത്. ശംഭോ മഹാദേവ. ആലോചിച്ച് നോക്കൂ,
നമ്മളെ പറഞ്ഞു പറ്റിക്കാൻ വളരെ മിടുക്ക എല്ലാവർക്കും. എന്താ കാരണം? നമുക്കിതിന്റെ ഒന്നും ഒരു വകയും അറിയത്തില്ല. നമുക്ക് ഭാഗവതം അറിയില്ല, രാമായണം അറിയില്ല, ഒരു വകയും നമുക്കറിയാത്തതുകൊണ്ട് നമ്മളെ പറഞ്ഞു പറ്റിക്കാൻ എളുപ്പം. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ കാര്യത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റുമാണ്. തിരിച്ചു ചോദിക്കാൻ നമുക്കറിയില്ല. എവിടെയാ? ഭാഗവതമാണല്ലോ ആധാരം. ആ ഭാഗവതത്തിൽ എവിടെയാ പറഞ്ഞേ വാമൻ മഹാബലിയെ ചവിട്ടി താത്തു എന്ന് പറഞ്ഞോ? എന്നിട്ട് എങ്ങോട്ട് വിട്ടു? ആ പാതാളത്തിലേക്ക്. നാരായണ, പാതാളത്തിലൊന്നും മഹാബലി പോയിട്ടില്ല. എന്നിട്ട് എന്താ ഡയലോഗ്? ചിങ്ങമാസത്തിലെ തിരുവോണമാകുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, പ്രജകളെ കാണാനായിട്ട് മഹാവിഷ്ണുവിന്റെ കാലേ കയ്യെ പിടിച്ച് എന്തൊരു അഭ്യർത്ഥന പ്രകാരം ഭഗവാൻ വിഷ്ണു അനുഗ്രഹിച്ചാന്ന് മലയാളിയെ കാണാൻ മഹാബലി വരാനേ. ഈ മഹാബലി മലയാളിയാണോ? കേരളത്തിൽ ജനിച്ചിട്ടാണോ? അതറിയില്ല. അതോടെ പറഞ്ഞെങ്കിൽ നമുക്ക് നിർത്താം. ഇത് എളുപ്പം നിർത്താം. അവിടെ വന്നിരിക്കാൻ നമുക്ക് ശരിയായി. പിന്നെ ഇതുകൊണ്ട് ഈ ഭജന ആദ്യം വെക്കുന്നത്, കാരണം എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് പറയാമല്ലോ എത്ര നേരം വേണമെങ്കിലും. ഇവർ വന്നിരിക്കുമ്പോൾ പിന്നെ എനിക്ക് സ്വസ്ഥമായിട്ട് പറയാൻ പറ്റില്ല. അതിനെ ഈ ഭജന ആദ്യം വെച്ചിട്ട് പിന്നീട് പ്രഭാഷണം വെക്കുന്നതിന്റെ കാരണം ഇതുകൊണ്ടാണ്. ഇതിപ്പോ എനിക്ക് ടെൻഷനാണ്. ഇവരിവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് വല്ലതും പറയാൻ പറ്റും. അപ്പോ ഈ മഹാബലിയുടെ യഥാർത്ഥ പേര് എന്താണെന്നറിയാമോ? ഇന്ദ്രസേനൻ എന്നാണ്. ഇന്ദ്രസേനൻ യാഗം നടത്തിയത് നർമ്മദാ നദിയുടെ തീരത്ത്. നർമ്മദാ നദി കേരളത്തിൽ കൂടാണ് ഓടുന്നത്. നർമ്മദ കേരളത്തിൽ കൂടെ ഓടുന്നുണ്ടോ? ഇല്ല. അപ്പൊ നർമ്മദാ നദിയുടെ തീരത്ത് ഭൃഗുകച്ച് എന്ന് പറയുന്ന സ്ഥലത്താണ് യാഗം നടത്തിയത്. ഭൃഗുകച്ച്. അതിന്ന് ലോപിച്ച് ബൊറൂച്ച് എന്നായിട്ടുണ്ട്. ഗുജറാത്തിലാണ് സ്ഥലം. ഇനി അതൊക്കെ പൊക്കോട്ടെ. മഹാബലി മലയാളിയാണെന്ന് വരുന്നോട്ടെ. നമ്മുടെ സങ്കല്പപ്രകാരം കേരളത്തിന്റെ ഉപജ്ഞാതാവല്ലേ കണ്ടുപിടിച്ചത് ആരാ? പരശുരാമന. എങ്ങനെയാ കണ്ടുപിടിച്ചത്? മഴവ് വട്ടം കറക്കി എറിഞ്ഞപ്പോ കടലെല്ലാം കൂടെ മാറി കരയായിട്ട് കിട്ടിയതാ. ഏത്? അതാ പാവയ്ക്കാൻ പോലെ ആയിപ്പോയത് അല്ലേ? മഴവ് പോലെ ആയിപ്പോയി. പോട്ടെ. അപ്പം പരശുരാമനാണ് കേരളം കണ്ടെത്തിയത്. നമ്മുടെ സങ്കല്പപ്രകാരം ദശാവതാരം വരുമ്പം വാമനനാണോ പരശുരാമനാണോ ആദ്യം വന്ന്? ഏതാദ്യം വന്ന അവതാരം? വാമനൻ. അപ്പൊ വാമന അവതാര കാലത്ത് നീ പോട്ടെ, പാതാളത്തിലേക്ക് അങ്ങ് ചവിട്ടി പുതച്ചു വിട്ടു തന്നിരിക്കട്ടെ. അങ്ങനെ ചവിട്ടി പുതച്ചു വിട്ട മഹാബലി പിന്നീട് വന്ന പരശുരാമൻ കണ്ടുപിടിച്ച കേരളം എങ്ങനെയാ ഭരിക്കുന്നത്? അങ്ങനെ നടക്കുമോ? ചത്തുപോയ ഞാൻ പിന്നെ പിറ്റേ ദിവസം വന്നിട്ട് വേറെ ഭരിക്കാൻ വരുമോ? ഇല്ല. പിന്നെ എന്തോ ഈ കേരളവും മഹാബലിയായിട്ടുള്ള ബന്ധം? ഓണമെന്നൊരു സങ്കല്പം തന്നെ മഹാബലിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ എന്താ മഹാബലിയെ ഓണകാലത്ത് ഓർക്കാൻ കാര്യം? ഭഗവാന്റെ തിരുവവതാരം, വാമനാവതാരം നടന്നത് ചിങ്ങമാസത്തിലെ തിരുവോണത്തിനാണ്. ആ തിരുവോണം ഭഗവാന്റെ തിരുവവതാരമായിട്ട് ആഘോഷിച്ചപ്പോ ഏതൊരു വിധത്തിലാണോ നൃസിംഹമൂർത്തിയെ സ്മരിക്കുമ്പോൾ പ്രഹ്ലാദൻ എന്ന ഭക്തനെ ഓർക്കുന്നത്, അതേപോലെ വാമന അവതാരത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭക്തനാണ് മഹാബലി. ഒരിക്കലും അധാർമ്മിയായിരുന്നില്ല, ധർമ്മിഷ്ഠം തന്നെയായിരുന്നു. ആ ഭക്തനെ കൂടെ ചേർത്ത് ഓർക്കുക. അല്ലാതെ അവിടെ മഹാബലിക്കല്ല പ്രാധാന്യം, വാമനമൂർത്തിക്ക്. ഇനി ചവിട്ടി താത്തൊന്നും വിട്ടില്ല, തന്റെ തൃപ്പാദം വെച്ച് അനുഗ്രഹിച്ചതേ ഉള്ളൂ ഭഗവാൻ. നമ്മൾ വടക്കേ ഇന്ത്യയിലോട്ട് പോയാൽ ചില ഗുരു പരമ്പരകൾ നമ്മൾ കൈവച്ച് അനുഗ്രഹിക്കുന്ന പോലെ അവരനുഗ്രഹിക്കില്ല. അവർ തൃപ്പാദം വെച്ചിട്ടാണ്, ശിരസിൽ വെച്ചിട്ടാണ് അനുഗ്രഹിക്കുക. എന്തുകൊണ്ട്? ആ പാതാരബന്ധങ്ങളിലേക്ക് ശിരസ് സമർപ്പിക്കുമ്പോ തന്റെ എല്ലാവിധമായ അഹങ്കാരങ്ങളെ ശമിച്ച് താൻ ഈ ശരീരമല്ലെന്ന ബോധത്തോടെ താൻ ഒന്നുമല്ല എന്ന സങ്കല്പത്തിൽ ഗുരുവിന്റെ മുമ്പിൽ പരിപൂർണമായ സമർപ്പണം ചെയ്യുമ്പോൾ അവര് പാദം വെച്ചായിട്ടാണ് അനുഗ്രഹിക്കുന്നത്. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട മഹാബലി അല്ലെങ്കിൽ ഇന്ദ്രസേനന് ഇനി തനിക്കൊന്നുമില്ല മിച്ചമെന്ന് തിരിച്ചറിഞ്ഞപ്പോ തന്റെ ശിരസ് ഭഗവാന്റെ പാദങ്ങളിൽ പരിപൂർണമായിട്ട് സമർപ്പിച്ചു.
അപ്പോ ഭഗവാൻ ആ തൃപ്പാദം വെച്ച് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, ഹേ ഇന്ദ്രസേന, ഇന്നു മുതൽ നീ മഹാബലി എന്നറിയപ്പെടും. കാരണം തനിക്കെല്ലാം നഷ്ടപ്പെടുമെന്ന് ബോധ്യമുണ്ടായിട്ടും ഗുരു പറഞ്ഞു കൊടുത്തിട്ടും അതിനെ ഒന്നും വകവയ്ക്കാതെ പറഞ്ഞ വാക്കിനെ പാലിക്കാൻ വേണ്ടി സർവസ്വവും തനിക്ക് അടിയറ വെച്ചതുകൊണ്ട്, മഹത്തരമായ ബലി ചെയ്തതുകൊണ്ട്, ബലി എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നല്ല അർത്ഥം, അറക്കുന്നതിനെ അല്ല ബലി എന്ന് പറയുന്നത്. ബലി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പൂർണ്ണമായ ത്യാഗം എന്നൊരർത്ഥം കൂടിയുണ്ട്. ത്യജിക്കുക, പൂർണ്ണമായിട്ട് ഈശ്വരപാതകളിൽ ത്യജിക്കുന്നതിന് ബലി എന്നാ പറയുക. അപ്പൊ അങ്ങനെയുള്ള ആ മഹത്തരമായ ത്യാഗം ചെയ്തുകൊണ്ട്, ബലി നടത്തിയത് കൊണ്ട് നീ ഇന്നു മുതൽ മഹാബലി എന്ന് അറിയപ്പെടുമെന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുത്തതാണ് ആ പേര്. പിടികിട്ടിയോ? എന്നിട്ട് വിട്ടത് എവിടേക്കാ? സുതലത്തിലേക്കാ. ഈ 7-14 ലോകങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതമമായ സുതലത്തിലേക്ക് പറഞ്ഞു വിട്ടിട്ട് യാതൊരു വിധമായ കുഴപ്പവും സംബന്ധിക്കാൻ, ഒരു പീഡയും ഉണ്ടാവാതെ ഇരിക്കാൻ ഭഗവാൻ അവിടെ കാവല് നിൽക്കുക. എന്നാലോചിച്ച് നോക്കൂ, ആ ഭഗവാനാണ് ചതിയനാണെന്ന് നമ്മൾ പറയണത്. എന്നിട്ടോ അടുത്ത മന്വന്തരത്തിലെ ഇന്ദ്രനായി നിന്നെ വാഴിച്ചു കൊള്ളാം. ഈ സമയത്ത് നീ ഇന്ദ്രനായിട്ടിരിക്കാൻ നിനക്കല്ല അർഹത, അതുകൊണ്ട് അടുത്ത മന്വന്തരത്തിലെ ഇന്ദ്രനാണ് നീ, അതുകൊണ്ട് സുതലത്തിൽ പോയി ഇരിക്കൂ എന്ന് പറഞ്ഞു വിട്ടതാണ്. അതിനെയാണ് ഓണമാവുമ്പോ ഏതാണ്ട് ഇത്രയേ ഉള്ളൂ, ഒരു വയറും വെച്ചോ പളുക്കോ എന്നിരിക്കുന്ന ഒരുത്തനെ പിടിച്ച് വേഷവും കെട്ടിച്ച് ഒരു ഓലക്കൊടയെ കൊടുത്തിട്ട് ഒരു കൊമ്പം വീശയെ ഫിറ്റ് ചെയ്ത് മഹാബലിയാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. മഹാബലി നല്ല ഒന്നാം തരം യോദ്ധാവായിരുന്ന അവന്റെ വയറും ഇങ്ങനെ ഉളുക്കോ എന്ന് കിടക്കുന്നൊന്നുമല്ല. ഒത്ത ശരീരമാണ്, ക്ഷത്രിയ വംശമാണ്. അതുകൊണ്ട് ആസുര രാജാവാണെങ്കിൽ പോലും അവൻ യോദ്ധാവായിരുന്നുകൊണ്ട് മഹാബലി നല്ല ആരോഗ്യ ദൃഢഗാത്രനായ ശരീരമാണ്, ആരോഗ്യ ദൃഢഗാത്രനാണ്. അതിനാണ് നമ്മൾ അദ്ദേഹത്തെ പോലും കളിയാക്കിക്കൊണ്ട് ഇത്തരത്തിൽ വേഷം കെട്ട് നടത്തി ഓണമാകുമ്പോ മഹാബലി ഞാൻ പറഞ്ഞ് നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണേ, എന്തോ ഒരു കഷ്ടമാണ്. എന്തായാലും അങ്ങനെ ഭഗവാന് അവതരിച്ചപ്പോ ഭഗവാനെ കൊട്ടയ്ക്കകത്തല്ല കൊണ്ടുപോയത്, തന്റെ കൈകൊണ്ട് കോരിയെടുത്ത് തന്റെ മാറോട് ചേർത്തപ്പോൾ കൈക്കും കാൽക്കും ഉണ്ടായിരുന്ന ചങ്ങലകളൊക്കെ വേർപെട്ടു. അവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കിയപ്പോ ഒരു ചാറ്റ മഴയൊക്കെ ഉണ്ടായി. അവിടെ നിന്ന് ഭഗവാനെ സംരക്ഷിക്കാനായിട്ടല്ലേ മഴവെള്ളം വീഴാതിരിക്കാൻ അനന്തൻ വന്ന് കുടപിടിച്ചു കൊടുത്തു. അങ്ങനെ യമുനാ നദി കിടന്ന് അമ്പാടിയിലെത്തിയപ്പോ അവിടെ എല്ലാവരും നല്ല മയക്കത്തിലാണ്. യശോദാമ്മ പോലും മയങ്ങിപ്പോയിന്ന. അതിന് പറയുന്ന കാരണം, യശോദാമ്മയ്ക്ക് 52ാമത്തെ വയസ്സിലാണ് ഒരു കുഞ്ഞു പിറന്നത്. അതുകൊണ്ട് തന്നെയുള്ള നല്ല തട്ടിയുള്ള ആളായിരുന്നു യശോദാമ്മ. അതുകൊണ്ട് ആ ആലസ്യത്തിൽ മയങ്ങിപ്പോയതാണെന്ന്. എന്തായാലും വസുദേവര് ഭഗവാനെ യശോദാമ്മയുടെ അരികിൽ കിടത്തി അവിടെ കിടന്ന പെൺകുഞ്ഞിനെ എടുത്തുകൊണ്ട് തന്റെ കാരാഗൃഹത്തിലാക്കി വെച്ചു. ഇവിടെ വന്നപ്പോഴത്തേക്ക് കാരാഗൃഹം തനിയെ അടഞ്ഞു. കുഞ്ഞ് വളരെ ഉച്ചത്തിലൊരു കരച്ചിൽ കഴിഞ്ഞപ്പോ ഭടന്മാരൊക്കെ ഉണർന്നു. ഊട്ടിച്ചെന്ന് കംസനോട് പറഞ്ഞു, ഹേ കംസാദാവിന്റെ സഹോദരി പ്രസവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ വേഗം തന്നെ ഓടി വന്ന് ആ കുട്ടിയെ എടുത്ത് പുറത്തു കൊണ്ടുപോയി അടിക്കാൻ നോക്കിയപ്പോഴാണ് പെൺകുട്ടിയാണ് എന്നൊരു ബോധം ഉണ്ടായത്. അപ്പൊ ആലോചിച്ചിട്ട് ആൺകുട്ടി ഉണ്ടാവുമെന്നാണല്ലോ പറഞ്ഞു. പിന്നെ എങ്ങനെ ഈ പെൺകുട്ടിയെ കൊല്ലുക? തന്നെയല്ല സ്ത്രീയെ കൊല്ലാൻ പാടില്ല എന്നൊരു വിധിയുണ്ടല്ലോ, അതുകൊണ്ട് എങ്ങനെയാണെന്ന് ആലോചിച്ചപ്പോഴാണ് നാരദന് പറഞ്ഞ കാര്യം ആലോചിച്ച ദേവന്മാരും മായാവികളാണ്, അവരുടെ കാര്യസാധ്യത്തിന് അവർ എന്തും ചെയ്യും. ഒന്നും ആലോചിച്ചില്ല, കൊടുത്തൊരൊറ്റ അടി. ഇതാ താഴേക്ക് അല്ല പോയത്, നേരെ മുകളിലേക്ക് പോയി അന്തരീക്ഷത്തിലിട്ട് കൈകളിലിട്ട് ആയുധങ്ങളുമായി നിന്ന സാക്ഷാൽ ജഗദംബിക കംസനോട് ചോദിച്ചു, ഹേ കംസ മൂഢ മോഷ, നീ എന്തിനാ എന്നെ കൊല്ലാൻ നോക്കുന്നത്? സ്ത്രീയോടാണോടാ നിന്റെ ശൗര്യം കാണിക്കേണ്ടത്? നിന്റെ അന്തകനെ ഭൂമിയിൽ പിറന്നു കഴിഞ്ഞു, സാധിക്കുമെങ്കിൽ നീ അവനെ കണ്ടെത്തി കൊന്നോളൂ. പക്ഷെ നിന്നെ കൊണ്ട് അതിന് സാധ്യമാവില്ല. എന്തുകൊണ്ട്? അവനാണ് നിന്റെ അന്തകനാണ് അവൻ, അതുകൊണ്ട് നിനക്ക് അവനെ കൊല്ലാൻ സാധ്യമാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ കേട്ട് തിരികെ ദേവകീ ദേവിയുടെയും വസുദേവരുടെയും അരികിലെത്തി കാലെ പിടിച്ചു ഈ കംസൻ കരഞ്ഞു. എന്നെ പോലെ ഒരു ദുർബുദ്ധി വേറെ ഇല്ല, എന്നെ കാണാൻ പോലും കൊള്ളുന്നവനല്ല, കാരണം മഹാപാപം ചെയ്തവനാണ് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ ബോധമുള്ളവരാണെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് വസുദേവരും ദേവകി പറഞ്ഞു, സാരമില്ല, ഞങ്ങളുടെ കർമ്മഫലമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് കംസനെ സമാധാനിപ്പിച്ചു വിട്ടു. തിരികെ ചെന്നപ്പോ മന്ത്രിമാരും എല്ലാവരും കൂടെ കൂടിയിരുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തപ്പോ കൂടെ ഉള്ളവർ പറഞ്ഞു, ഞങ്ങൾ വിഷമിക്കണ്ട, 10 ദിവസത്തിനകത്ത് ഉണ്ടായിട്ടുള്ള സർവ്വ എണ്ണത്തിനെ ഞങ്ങൾ പോയിട്ട് കൊന്നിട്ട് വരാം. കാരണം ഇഷ്ടം പോലെ വേഷം മാറാൻ അറിയാവുന്നവരാണ് ഈ കംസന്റെ കൂടെ ഉള്ളവർ. വേഷം മാറി ചെന്ന് ഞങ്ങൾ ഈ 10 ദിവസത്തിനകത്തുള്ള സർവ്വ കുട്ടികളെയും കൊന്നിട്ട് വന്നോളാം എന്ന് വാക്ക് കൊടുത്ത് ആ കംസനോട് അനുവാദവും വാങ്ങിക്കൊണ്ട് പോയി. അങ്ങനെ ആദ്യമായിട്ട് ഭഗവാൻ ചെന്ന് കിടന്ന അമ്പാടിയിലെത്തിയ ആളാണ് പൂതന. ആ പൂതനെയും ഭഗവാൻ മോക്ഷം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഭഗവാന്
അവതരിക്കാൻ സമയമായി, അവതരിച്ചു എന്നാണ് കഥ. ഭഗവാൻ അവതരിക്കാൻ സമയമായപ്പോൾ 5 പേര് ഉറങ്ങിപ്പോയിന്ന, ഭടന്മാർ 5 പേര് ഉറങ്ങിപ്പോയിന്ന. അത് നമ്മുടെ ഈ 5 ഇന്ദ്രിയങ്ങൾ, ഞാൻ ഇന്ന് മധ്യാഹ്നത്തിൽ നമ്മൾ പറഞ്ഞു, ഇന്ദ്രിയങ്ങളെല്ലാം അടങ്ങി കഴിയുമ്പോൾ മനസ്സടങ്ങും, മനസ്സടങ്ങി കഴിയുമ്പോൾ ബുദ്ധി അടങ്ങും, ബുദ്ധി അടങ്ങി കഴിയുമ്പോൾ സർവസ്വവും അടങ്ങി പൂർണ്ണമായി പരമാത്മ സ്വരൂപത്തിലേക്ക് നമുക്ക് ലയിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ആ 5 ഭടന്മാര് അവരാണ് ജ്ഞാനേന്ദ്രിയങ്ങളായിട്ടുള്ള 5 എണ്ണം. ഈ 5 ഇന്ദ്രിയങ്ങൾ അടങ്ങിയെങ്കിൽ മാത്രമേ മനസ്സടങ്ങുള്ളൂ. അപ്പോൾ മാത്രമേ മനസ്സ് ശുദ്ധമാവുള്ളൂ. അല്ലെങ്കിൽ വിഷയങ്ങൾ ഇങ്ങനെ മനസ്സിൽ കിടന്ന് മറിയും. അങ്ങനെ മറിയുന്നത് കൊണ്ട് ഈശ്വരനെ അറിയാൻ സാധ്യമാവില്ല. ആ മനസ്സുകൂടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോ 8ാമതായിട്ട് ആരെ കാണാൻ സാധിച്ചു? ഭഗവാനെ കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം എന്ന കംസനെ ഇല്ലാതെയാക്കണമെങ്കിൽ എന്ത് വേണം? ഇന്ദ്രിയങ്ങളെ അടക്കി നിർത്തിക്കൊണ്ട്, അല്ലെ ഇന്ദ്രിയങ്ങളെ ഉൾവലിച്ചുകൊണ്ട് നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ ഒരു നാമം കൊണ്ട് എന്താണ്? അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ. അന്തർമുഖന്മാരായിട്ടുള്ളവര് ഉള്ളവർക്ക് സമാരാധ്യമായിട്ടുള്ളവരും ബഹിർമുഖരായിട്ടുള്ള നമ്മളെ പോലുള്ളവർക്ക് കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ളവളുമാണ് ശക്തി സ്വരൂപിണി. കാരണം ഈ വിഷയങ്ങളിൽ ഒരിക്കലും ഈ ചൈതന്യ സ്വരൂപത്തെ അറിയാനായിട്ട് നമുക്ക് സാധ്യമാവില്ല. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കി മനസ്സിനെയും ശുദ്ധമാക്കി കഴിയുമ്പോൾ മാത്രമേ ഈശ്വര സ്വരൂപത്തെ, അല്ലെ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യ സ്വരൂപത്തെ നമുക്ക് അറിഞ്ഞ് അനുഭവിക്കാൻ സാധ്യമാവുള്ളൂ എന്ന് നമ്മോട് ബോധിപ്പിക്കുന്നു. അങ്ങനെ അതുകൊണ്ടാണ് മധ്യാഹ്നം നമ്മള് ആ അവതാര സമയത്ത് ഭാഗ്യം സിദ്ധിച്ച കുറച്ചു പേരുണ്ടായിരുന്നു. അവരെ കണ്ടു കാണും എന്ന് വിചാരിക്കുന്നു. ഉള്ളിൽ ആ ഭഗവാനെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഈശ്വരനെ അറിയാൻ കഴിയുക. പുറത്തു നോക്കിയിട്ട് ഒരു കാര്യവും ഇല്ല. എവിടെല്ലാം കറങ്ങിപ്പോയാലും അവസാനം തന്നിലേക്ക് തന്നെ ഇറങ്ങി ചെല്ലുമ്പോഴേ ആ സ്വരൂപത്തെ അറിയാനായിട്ട് സാധ്യമാകൂ. അപ്പോൾ മാത്രമേ അതിന്റെ അനുഭവം ഉണ്ടാവുള്ളൂ. അപ്പോൾ മാത്രമേ ആനന്ദത്തെ അനുഭവിക്കാനും സാധ്യമാവുള്ളൂ. ഏതാണ്ടൊക്കെ പിടികിട്ടി കാണും എന്ന് വിചാരിക്കുന്നു. ഓ കിടക്കി ഞാൻ പറയണ്ടേ? എങ്ങനെയുണ്ടായിരുന്നു പ്രഭാഷണം? അയ്യോ എന്തോ നല്ല പ്രഭാഷണം, സൂപ്പർ ആയിരുന്നു. അതിങ്ങനെ നമ്മളങ്ങനെ കേട്ടിരുന്ന് പോട്ടോ, അടിപൊളി പ്രഭാഷണമായിരുന്നു. എന്തോ പറഞ്ഞേ അത് മാത്രം മനസ്സിലായി. അടിപൊളി പ്രഭാഷണമാണ് എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമായി. കിട്ടണത് എന്തെങ്കിലുമൊക്കെ, അതുകൊണ്ടാണ് പറഞ്ഞ ശ്രദ്ധയോടുകൂടി ഇരിക്കണം, എങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടത്തുള്ളൂ. ഇത് പോകുന്നവരെയും നോക്കും, വരുന്നവരെയും നോക്കും. നാളെ മുതലൂടെ മൊത്തം അങ്ങ് മറക്കണം. ഇനി നമുക്ക് നാമജപത്തിലേക്ക് പോവാം.